ഹലോ ആണോ ജെൻസർ അല്ലേ? അതെ. ആ ആ സൈനുദ്ദീനാണ്. പറഞ്ഞോളൂ ശരി. തിരക്കില തിരക്കിലാണോ വെച്ച് കഴിഞ്ഞാൽ ചെറിയ തിരക്ക്. ഹോസ്പിറ്റലിലല്ലേ? വീട്ടിലേക്കൊന്ന് പോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ. അതെ, അങ്ങനെ വണ്ടിയിലാ പോണു? വണ്ടി തന്നെ. സംസാരിക്കുന്നോണ്ട് പ്രശ്നമുണ്ടോ ലൗഡ് ഇട്ടിട്ട്? ഞാനിപ്പോ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് പുറത്തിറങ്ങിയായിരുന്നു. പറഞ്ഞോട്, കുഴപ്പമില്ല. അല്ല, ഞാൻ ആ വിഷയം സംസാരിക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങള് പറഞ്ഞല്ലോ ഈ വെറുതെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശിർക്ക് വരൂല, നമ്മള് ദൂരമുള്ളത് കേൾക്കും എന്ന് വിശ്വസിക്കുമ്പോഴാണ് ശിർക്ക് വരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ സത്യത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ദൂരമുള്ളത് കേൾക്കും എന്ന് വിശ്വസിക്കില്ല? അങ്ങനല്ലല്ലോ പറഞ്ഞത്. അതായത് അത് അള്ളാന്റെ സിഫാത്തിൽ നമ്മൾ പങ്കു ചേർക്കട്ടെ. ഷിർക്ക് എന്ന് പറഞ്ഞാല് അള്ളാഹിന്റെ സിഫത്തിലോ ദാത്തിലോ പങ്കു ചേർക്കലാണല്ലോ അല്ലെ? അതെ. അത് നമ്മ എന്തുകൊണ്ടാണ് പങ്കു ചേർക്കത്? ഹൃദയം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് പങ്കു ചേർക്കുക? അത് എങ്ങനെയാണെങ്കിലും അല്ല, എങ്ങനെയാന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഹൃദയം കൊണ്ട് മാത്രമല്ലേ പങ്കു ചേർക്കാൻ പറ്റുള്ളൂ? ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും നമ്മളൊരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യം നമ്മള് ഹൃദയത്തിലില്ല, നമ്മൾ പ്രവൃത്തിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ, വിശ്വാസം തന്നെയാണ്. വിശ്വാസമാണ് ശരിക്കും ഞാൻ പറയാണ്. അതെ, വിശ്വാസമാണ്. അപ്പൊ ഏത് വിശ്വാസമാണ് ദൂരമുള്ളത് കേട്ടപ്പോൾ അള്ളാഹിന്റെ ഏത് ശ്രീപത്തിലാണ് അവളെ പങ്കുചേർന്നത്? എവിടുന്നും എന്ത് വിളിച്ചാലും കേൾക്കുന്നവന് അള്ള മാത്രമല്ലേ ഉള്ളൂ. അല്ല, അള്ളാഹ് കേൾക്കാൻ പറ്റുമോ? അള്ളാഹ് കേൾക്കാൻ പറ്റുമോ? അള്ളാഹ് കേൾക്കാൻ പറ്റുമോ എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും? പിന്നെന്താ പറ്റുമല്ലേ? അപ്പോ നിങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവുണ്ടല്ലോ അല്ലേ? അള്ളാഹ്ക്കും ഉണ്ടല്ലോ കഴിവ്. അള്ളാഹു സമീഅല്ലേ? അള്ളാന്റെ കേൾവിയും മനുഷ്യന്മാരുടെ കേൾവിയും ഒരുപോലെയാണോ? അല്ല അല്ല അല്ല. അപ്പൊ പിന്നെ അള്ളാഹു എല്ലാം കേൾക്കുംല്ലേ? കേൾക്കും, എല്ലാം. അള്ളാഹു സ്വയമായിട്ട് കേൾക്കാണോ അല്ലെങ്കിൽ ഒരാൾ കൊടുത്ത കഴിവ് കൊണ്ട് കേൾക്കണല്ലോ? എങ്ങനെയാണെങ്കിലും അള്ളാഹുവിന് ആരെങ്കിലും കഴിവ് കൊടുത്തതാണോ? അല്ലല്ലോ. പിന്നെ അള്ളാഹ്ക്ക് സ്വന്തം ഉണ്ടല്ലേ? പിന്നെ ശ്രദ്ധിക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളും കേൾക്കും അള്ളയും കേൾക്കും, പക്ഷെ അള്ളാന്റെ കേൾവി പോലെയല്ല നമ്മളെ കേൾവി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതേമായി തന്നെ അപ്പൊ എന്തോ ഒരു പോലെ വ്യത്യാസം ഉണ്ട്. കാരണം അള്ളാഹു എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് കേൾക്കുന്നവനാണ്. നമ്മള് ആണെങ്കിൽ ആ സ്വന്തം അല്ല, അള്ളാഹു തന്ന കഴിവുകൊണ്ട് കേൾക്കുന്നവനാണ്. അപ്പൊ തന്നെ വ്യത്യാസപ്പെട്ടു അല്ലേ? ഇല്ല, വ്യത്യാസപ്പെട്ടിട്ടില്ല. വ്യത്യാസപ്പെട്ടില്ല. നിങ്ങൾ കേൾക്കുന്നത് അള്ളാഹു തന്ന കഴിവുകൊണ്ടല്ലേ? അല്ല, ആയിക്കോട്ടെ. ഒരു കാര്യം പറഞ്ഞിട്ടെ, തന്നെ നിങ്ങൾ കൊണ്ടെത്തിക്കണ എന്താന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കണം. ഇത് പറഞ്ഞല്ലോ എല്ലാം കേൾക്കുക, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും എന്നത് അള്ളാന്റെ കഴിവാണെന്ന് പറഞ്ഞപ്പോ അത് മഹാന്മാർക്ക് ഉണ്ടെന്ന് പറയുമ്പോ ശിർക്ക് വരും. കാരണം അള്ളാന്റെ ഒരു വസ്ഫില് എന്താണ്? ഏത് കേൾക്കുക, എല്ലാം കേൾക്കുക എന്ന വസ്ഫില് പങ്കുചേരും എന്ന് പറഞ്ഞില്ലേ? അത് അതുമാതിരി അല്ലല്ലോ. അതുമാതിരി തന്നെയാണല്ലോ. അള്ളാന്റെ കഴിവ് സ്വന്തം കഴിവും പിന്നെ കൊടുത്ത കഴിവും അവിടെ നിൽക്കട്ടെ. നിൽക്കാൻ പറ്റില്ല. എന്നാ എനിക്കില്ലേ ഞാൻ ചോദിക്കട്ടെ, മറ്റേ മക്കാ മുശ്രിക്കുകളുടെ മുശ്രിക്കുകളുടെ അടുത്തേക്ക് പോവാ. ഞാൻ മക്കാ മുശ്രിക്കിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ ഒരുപോലെ എന്ന് പറഞ്ഞ ഒരുപോലെ അല്ലല്ലോ. ഒരുപോലെ തന്നെയാണ്. അള്ളാഹുടെ കഴിവ് സ്വയല്ലേ? ഇത് മഹാന്റെ കഴിവ് സ്വയമാണോ? സ്വയം എന്നുള്ളത് മാത്രല്ല, സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോ തന്നെ അത് അള്ളാന്റെ കഴിവായില്ലേ? അല്ല, ഒരു കാര്യം പറയട്ടെ, സ്വയം എന്നുള്ളത് ഒന്ന് അള്ളാന്റെ ഒരു കഴിവ്. പിന്നെ എവിടുന്ന് പറഞ്ഞാലും കേൾക്കുക എന്നുള്ളത് രണ്ടാമത്തത്. അതല്ല, എവിടെ നിന്ന് പറഞ്ഞാലും കേൾക്കുക എന്നത് ആ കഴിവ് അള്ളാഹ്ക്ക് ഒരാൾ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അതെവിടെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ എങ്ങനെ അള്ളാഹ്ക്ക് മാത്രമുള്ള എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹ് കേൾക്കൂലേ? അള്ളാഹ് കേൾക്കൂലേ എന്ന് ചോദിച്ചാൽ ആ കഴിവ് ഒരാൾ കൊടുത്താലും കേൾക്കൂലേ? അള്ളാഹ്ക്ക് ആ കഴിവ് ഒരാൾ അള്ളാഹ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അള്ള പറയണല്ലോ. പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇത് കൊറേ കേട്ടിട്ടുണ്ട്. ഈ ആയത്തിന് ഏതൊക്കെ രീതിയിൽ ജൻസർ ദുർവ്യാഖ്യാനിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വ്യാഖ്യാനിച്ചിട്ടില്ലല്ലോ ഇനി. ഞാൻ വ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ ആയത്ത് പറഞ്ഞിട്ടുള്ളൂ, വ്യാഖ്യാനിച്ചിട്ടില്ല. ജൻസർ അല്ല, എനിക്കറിയാം, ഇത് ഞാൻ ഈ ആഴ്ചയൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ ആദ്യം ഏത് റൂട്ടിലാണ് പോയിരുന്നറിയോ? നമ്മളെ വിശ്വാസം എങ്ങനെ ന്യായീകരിക്കണം എന്നുള്ള റൂട്ടിലാണ് ഞാൻ പോയിരുന്നത്. അത് ഞാൻ ന്യായീകരിക്കല്ല ജൻസറെ. ജൻസർ ശ്രദ്ധിക്ക്. ജൻസർ പറഞ്ഞു എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാഹുവിന്റെ കഴിവാണെന്ന്. അപ്പൊ അത് മഹാനെ കൊണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവെന്ന് പറഞ്ഞു. പറഞ്ഞു. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് വിശദീകരിച്ചു. അള്ളാഹിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണ്. സ്വയം എന്നുള്ളത് അതൊന്ന്. നിക്ക് എല്ലാ കഴിവിനും ഒരു കാര്യമുണ്ട്, അത് ഈ അള്ളാന്റെ കഴിവ് സ്വയം പര്യാപ്തത എന്നുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂല. എന്താ കാരണം? കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുത്ത കഴിവല്ലേ, സ്വയം പര്യാപ്തതല്ലോ. മനസ്സിലാവണ്ട? ഈ കാര്യം എപ്പോഴും എവിടെ നിന്നും എങ്ങനെ കേൾക്കും? അതിന് കുറെ പദം പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നാരെ ജൻസറെ. അങ്ങനെ ഒരു കഴിവ് അള്ളാഹ്ക്ക് ഉണ്ടെങ്കിൽ അതൊരാൾക്ക് കൊടുക്കാനുള്ള കഴിവും അള്ളാഹ്ക്ക് ഉണ്ടാവണ്ടേ? അന്നലെ കൂവത്തിലില്ലാന്നല്ലേ? ആ കഴിവ് ഒരാൾക്ക് അങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ ആദ്യം കൊടുക്കണായിരിക്കും റസൂലുള്ളാഹിക്ക്. അത് നിങ്ങളൊരു വാദമാണ്. എന്തെങ്ങനെ കൊടുത്തില്ലെങ്കിൽ അങ്ങനത്തെ കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെ കൊടുക്കുന്ന നിർബന്ധം നമ്മൾ അള്ളോട് വാശി പിടിക്കുക. അല്ല അങ്ങനെ അഷ്റഫിലൊക്കെ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. പിന്നെ സൃഷ്ടികളിൽ ഏറ്റവും മഹാനാരാണ്? മുത്തുനബിയാണ്. പിന്നെ ആ റസൂലുള്ളാഹിക്ക് ഇല്ലാത്തൊരു ശ്രേഷ്ഠത ആര് പറഞ്ഞു? അങ്ങനെ ഇല്ലാന്ന്. മുത്തുനബിക്ക് അങ്ങനെ ഇല്ലാന്ന് ആര് പറഞ്ഞു? മുത്തുനബിക്ക് കേട്ടിട്ടുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും കേൾക്കാനുള്ള കഴിവുണ്ടല്ലോ. ആര് പറഞ്ഞില്ലാന്ന്? എവിടുന്ന് പറഞ്ഞാലും കേൾക്കാനുള്ള കഴിവുണ്ട്, അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വാസം. ഇനി അങ്ങനെ വിശ്വാസം നിക്ക് അങ്ങനത്തെ ഇതുകൊണ്ട് ശിർക്ക് എവിടെ വരുന്നത് ജൻസറെ? അള്ളാഹ്ക്ക് എവിടെ നിന്ന് കേൾക്കാനുള്ള കഴിവ് ഒരാൾക്ക് കൊടുക്കാനുള്ള കഴിവ് അള്ളാഹ്ക്കുണ്ടോ? ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയും. ഈ അള്ളാന്റെ കഴിവ് അള്ള ഒരാൾക്കും കൊടുക്കും. അള്ളാന്റെ കഴിവ് എന്ന് പറയുന്നത് അപ്പൊ അള്ളാന്റെ കഴിവ് തന്നെയല്ലേ നമുക്ക് കേൾക്കണ കേൾവി നമുക്ക് തന്നില്ലേ? ഇല്ല, നിങ്ങൾ കരുതണ മാതിരിയല്ല. നമ്മൾ കേൾക്കും പോലെയാണ്. അതായത് നമ്മളെ കേൾവിക്കൊക്കെ എന്തുണ്ട്? നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾ തന്നെ വൈരുദ്ധ്യം പറഞ്ഞു. അള്ളാന്റെ കഴിവ് ആർക്കും കൊടുക്കൂല. വൈരുദ്ധ്യമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ വൈരുദ്ധ്യം ഉണ്ടാക്കുകയാണ്. അല്ല, അള്ളാന്റെ കഴിവ് ആർക്കും കൊടുക്കൂലെന്ന് പറഞ്ഞാ കൊടുക്കൂല. അള്ളാന്റെ കഴിവല്ലേ നമുക്ക് കേൾക്കണ കഴിവ്? അല്ല, പിന്നെ ആരാ കഴിവ്? നമ്മുടെ സ്വന്തം കഴിവാ? അതായത് നിങ്ങൾ അള്ളാന്റെ കേൾവിനും മനുഷ്യന്മാരെ കേൾവിനും തമ്മിൽ താരതമ്യം ചെയ്യരുത്. എന്നെ മോനെ നിങ്ങൾ പറഞ്ഞു എല്ലാ കഴിവും അള്ളാഹ്ക്കാണ്. അത് ആദ്യം മനസ്സിലാക്കി നോക്ക് ജൻസറെ. ജൻസർ പഴക്കുന്നതിന്റെ എന്നോട് നിങ്ങൾ മത്സരം ജയിച്ചോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കേൾക്കേ. ഈ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും സൃഷ്ടിച്ചവനാരാണ്? അള്ളാഹു ആണ്. കേൾവിയും കാഴ്ചയും ഒക്കെ സൃഷ്ടിച്ചവൻ അള്ളയാണ്. അള്ള കേൾക്കണില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഒരു താരതമ്യം തന്നെ എന്താണ്? തെറ്റാണ്. അപ്പൊ പിന്നെ ശിർക്ക് എവിടെയും വരൂല. കാരണം അങ്ങനെ താരതമ്യം തന്നെ ചെയ്യണ്ട. കാരണം ശിർക്ക് എവിടെയും വരൂല. കാരണം അള്ളാഹുടെ ഒരു കഴിവ് ഒരു സൃഷ്ടിക്ക് ഉണ്ടാവില്ല എന്ന് സുന്നികൾ വിശ്വസിക്കുന്നുണ്ട്. അത്രയും സിമ്പിൾ കാര്യമാണ് ഈ വലിച്ചഴച്ചിട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ശിർക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സംസ്ഥയുടെ ഉസ്താദിന്റെ പ്രസംഗം കേട്ടു. അത് തന്നെയാണ് നടക്കാൻ തോന്നിപ്പോവും. CM-ന് അത് തന്നെയാണ് നടക്കാൻ തോന്നിപ്പോകുന്നത്. ഈ പറഞ്ഞ ഈ ഒരു വിശ്വാസങ്ങളൊക്കെ എവിടേക്കാണ് കൊണ്ടെത്തിക്കുക? എവിടേക്കും കൊണ്ടെത്തിക്കൂലെന്ന്. അവസാനം ഇപ്പൊ CM ആണ് പഠിച്ചവനെന്ന് വരെ പാട്ടറക്കാർ. അതൊക്കെ അതുമായി എന്തെല്ലാം ആൾക്കാർ ചെയ്യണേ. അത് നോക്കിയിട്ട് കാര്യം. അതൊക്കെ എന്താണെന്നറിയോ? അതൊന്നുമല്ല. ഒരുത്തനിക്ക് വട്ടായിട്ട് പാടിയത്. അത് നമ്മൾ എന്ത് ചെയ്യാൻ? അതൊക്കെ വിളിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. അതൊക്കെ എത്തിക്കണത് അത് എവിടേക്ക് എത്തിക്കില്ല. അങ്ങനെ ഒരാൾക്ക് ഭ്രാന്തായി കഴിഞ്ഞാൽ ഒരാൾ ഞാനല്ലെന്ന് വാദിച്ചാലെന്ന് ചെയ്യാ? ഒരു സുന്നി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാദിച്ചല്ലോ, അങ്ങനെ CM അങ്ങനെ വാദിച്ചിട്ടുണ്ടല്ലോ. അനല്ല എന്ന് പറഞ്ഞിട്ട് CM പറഞ്ഞിട്ടുണ്ടെന്നുള്ള ആര് പറഞ്ഞു? അനല്ലാന്ന് പറഞ്ഞാൽ എന്താ? അത് ലാ മൗജൂദയില്ലല്ലാന്നൊക്കെ പറയുന്ന ദിക്റുകളാണ്. ഞാൻ അള്ളാഹുവിനില്ലാതെ അതിന്റെ ഒക്കെ അർത്ഥങ്ങളുണ്ട്. ഒരു മഹാന്റെ വാക്ക് സംസാരിക്കുന്ന കാണുന്നു. എന്നിട്ട് ഞങ്ങൾ നമ്മള് എന്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാലും ന്യായീകരണം കണ്ടെത്തുന്നിടത്താണ്. ജൻസറെ, ഞാൻ ന്യായീകരണം കണ്ടെത്തിയല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഗണ്ണിച്ചില്ല ഞാൻ. അതായത് നിങ്ങൾ ഗണ്ണിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞെന്നറിയോ? അനക്ക് കേൾവില്ലേ, അള്ളാഹുക്കും കേൾവില്ലേ? നിങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ കഴിവ് ഒരാൾക്കും കൊടുക്കൂല എന്ന് പറഞ്ഞത്. കൊടുക്കൂല. അപ്പൊ നമുക്ക് കേൾക്കുന്ന കഴിവ് അള്ളാഹുടെ കഴിവല്ലേ? നമ്മുടെ സ്വന്തം കഴിവാ? അള്ളാഹുടെ കഴിവല്ല നമുക്ക് തന്നത്. അള്ള സൃഷ്ടിച്ച കഴിവാണ് നമുക്ക് തന്നിട്ടുള്ളത്. അള്ളാഹുടെ സൃഷ്ടിക്കുന്ന കഴിവ് നമ്മളെ കഴിവാ? അള്ളാഹുടെ കഴിവാണ് നമുക്ക് തന്നത്. അള്ള സൃഷ്ടിച്ച കഴിവ്. അതായത് അള്ളാഹുടെ കഴിവ് തന്നെയാണോ? അല്ല നമ്മളെ കഴിവോ?
അള്ളാഹു സൃഷ്ടിച്ചിട്ട് അതിന് പറഞ്ഞ അള്ളാഹുടെ കഴിവെന്ന് പറഞ്ഞാല് അള്ളാഹുടെ കഴിവ് കൂടി കൊടുത്ത നിങ്ങളെന്തെന്നറിയോ, ആ ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത എനിക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പോലും പറ്റൂല. അതിന് പറഞ്ഞു നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് വഹാബി ആവാൻ പോണത്. നിങ്ങൾ ജൻസറെ ചിന്തിക്ക് അള്ളാഹു സൃഷ്ടിച്ചു കൊടുക്കാൻ തന്നെയാണ് അള്ളാഹു കഴിവ് കൊടുക്കാൻ അർത്ഥം. അല്ല അള്ളാന്റെ കഴിവാണ്. അന്ന് ഒരു കാര്യം സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു, നിങ്ങൾക്ക് അള്ള സൃഷ്ടിച്ചിട്ട് ഒരു കേൾവി തന്നു. നിങ്ങളുടെ കേൾവിനും അള്ളാന്റെ കേൾവിനും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന തരും, താരതമ്യം ചെയ്യാൻ പറ്റില്ല. രണ്ടിനെ കുറിച്ച് കേൾക്കുമെന്ന് പറയാല്ലേ. അതായത് നിങ്ങൾ രണ്ടിനും നിങ്ങൾ ഉപയോഗിക്കുന്ന ടേമാണ് കേൾക്കുക എന്നുള്ളത്. അതെ, അതേമാതിരി തന്നെ ആ ഒരു കഴിവ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, ടേം എന്തല്ല, ഒരു ടേം അല്ല, ആ ഒരു കഴിവ്. ക്രിയേറ്റീവ് പവർ, ഈ പവർ നമുക്ക് ഹൃദയ ചവിട്ടിൽ സൃഷ്ടിച്ചു തരും. അല്ലേ, നമുക്ക് അള്ളാഹു സൃഷ്ടിച്ചു തരും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, CM എവിടുന്ന് വിളിച്ചാലും കേൾക്കുവോ? ഞാൻ പറയണ കേക്ക്, ഇത് ഈ ഓരോ ആൾക്കാരും വിളിച്ചു നോക്കുന്നതിന് മുമ്പ് ഞാൻ ഇതൊക്കെ പറയാം. നിങ്ങൾ വിളിച്ചാൽ കേൾക്കും, മൊഹിദ്ദീനെ വിളിച്ചാൽ കേൾക്കും, മമ്പറങ്ങൾ വിളിച്ചാൽ കേൾക്കും എന്നുള്ളത്. അവിടെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും എന്നുള്ളത്. ആ അള്ളാഹു എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമോ? അത് പറ. കേൾക്കും. ആ കഴിവ് ഒരാൾക്ക് കൊടുക്കാനുള്ള കഴിവുണ്ടോ? അള്ളാഹ് അത് കൊടുക്കാൻ, ആ കഴിവ് ആ കഴിവ് സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. ആ കഴിവ് അള്ളാഹെ കേൾക്കാനുള്ള ഒരു കഴിവില്ല, അതുപോലത്തെ ഒരു കഴിവ് അള്ളാന്റെ സിഫത്ത് ഒരാൾക്കും അള്ള കൊടുക്കൂല. അള്ളാഹുടെ സിഫത്തല്ലേ സെമിയ എന്നുള്ളത്? സെമിയ എന്നുള്ള അള്ളാഹുടെ സിഫത്തല്ലേ? സെമിയ, നമ്മൾ സെമിയല്ലേ, നമ്മൾ കേൾക്കുന്നവനല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന സെമിയ അല്ല. അതെ, നിങ്ങൾ വിചാരിക്കുന്നതല്ല മഹാന്മാരെ കേൾവി, അത് അള്ളാഹു പടച്ചു കൊടുത്തതാണ്. ജൻസറെ, ഇവിടെയാണ് ഫോൾട്ട് പറ്റിയത്, ഇവിടെയാണ് മുജാഹിദ് പറഞ്ഞിട്ടുള്ളത്. എന്തെന്ന്? എവിടുന്ന് വിളിച്ചാലും കേൾക്കും. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും എന്നുള്ള കഴിവ് അള്ളാഹ്ക്ക് ഉണ്ട്. അത് അള്ളാഹുടെ സ്വയം പര്യാപ്തമായ കഴിവാണ്. അതല്ല, മഹാന്മാർക്ക് അങ്ങനെ എന്നാണ്. അള്ളാഹുവിനെ ആരാധിച്ച അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാർക്ക് അള്ളാഹു പരിധിയില്ലാതെ കൊടുക്കും. അപ്പൊ ആ നിലക്ക് അള്ളാഹുവിന്റെ ഈ കഴിവ് സ്വയം ആര് പറഞ്ഞു കൊടുത്തില്ല? കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ട്. വിശ്വാസം പല കാര്യങ്ങളും പറയാൻ വേണ്ടിട്ട് എന്ത് ചെയ്തെന്നറിയോ, ദൂതന്മാര് വരികയായിരുന്നു. വരും. റസൂലുള്ളാന്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു, റസൂലുള്ളാന്റെ അടുത്ത് വന്ന് പറയായിരുന്നു. അല്ലാതെ എന്താണ്, പിന്നെ അതുപോലെ തന്നെ റസൂലുള്ള എന്ത് ചെയ്യാണ്, മദീനത്തേക്ക് പോണ സമയത്ത് എന്ത് ചെയ്തു, റസൂലുള്ള വിവരങ്ങൾ അറിയിക്കാനും ഇതിനൊക്കെ വേണ്ടിട്ട് അതിനൊക്കെ അതൊക്കെ മാധ്യമങ്ങളെ തേടാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ട് ഈ കഴിവില്ല. അതായത് എന്ത് ചെയ്തില്ല, അപ്പൊ ഇത് ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് റസൂലുള്ള അവിടെ നിന്നിട്ട് ചെയ്തിട്ടുണ്ടോ? അല്ല, അള്ളാഹ് അല്ല പൊന്നെ, അതിനേലും കഴിവില്ല അള്ളാഹ്ക്ക്. അതിന്റെ മറുപടി ഞാൻ പറയാണ് ജൻസറെ. അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിവുണ്ടായിരുന്നില്ലേ? എന്നാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പറഞ്ഞേ? അള്ളാഹ് നേരിട്ട് മുത്തുനബിക്ക് വഹി ഇറക്കിയ പോരാണ്. എന്തിനും ജിബ്രീൽ അലൈഹി ഇസ്ലാം ഈ ഭൂമിയില് അള്ളാന്റെ ഓരോ വ്യവസ്ഥകളുണ്ട്. അതന്നെ, അതേ വ്യവസ്ഥകളിൽ മുത്തുനബി ജീവിച്ചു എന്ന് വെച്ചാൽ മതി. കഴിവില്ല നോക്കണ്ട, അതേ വ്യവസ്ഥയിൽ മുത്തുനബി ജീവിച്ചു എന്ന് വെച്ചാൽ മതി. അതുകൊണ്ട് ഈ കഴിവില്ല പറയുന്ന കേൾക്കും. അള്ളാഹ് ജിബ്രീലിനെ അയച്ചത് എന്താന്ന് വെച്ചാൽ അള്ളാഹ് കഴിവില്ലാഞ്ഞിട്ടാണോ? എന്റെ വിഷയത്തിൽ നമ്മളെ വിഷയം നമ്മളെ ആ ചർച്ച ചെയ്യാനല്ലോ, ആ ചർച്ച ചെയ്യാനല്ലോ. പറയട്ടെ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അള്ളാഹ്ക്ക് കഴിവില്ല എന്നുള്ള വിഷയത്തിലല്ല ഇവിടെ ചർച്ച. അതെല്ലാം ഞാൻ പറയണത്. അള്ളാഹ്ക്ക് കഴിവില്ലാന്ന് വരൂലാന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ചാലും അള്ളാഹ്ക്ക് കഴിവില്ലാന്ന് വരൂലാന്നാണ് ഞാൻ പറയണത്. നിങ്ങളെ കൂടെയാണ്. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞത് ജൻസർ മോനെ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ചു എന്നതുകൊണ്ട് അള്ളാഹ്ക്ക് കഴിവില്ല എന്ന് വരൂലാന്ന് വരുമോ? മലക്കുകൾ എന്തിനാ സൃഷ്ടിച്ചിരിക്കണേ? അതിനും ചോദിച്ചത്, എന്തിനാ സൃഷ്ടിച്ചത്? അള്ളാഹ്ക്ക് ഇത്ര കഴിവുണ്ടായിട്ട് നേരിട്ട് തന്നെ അയച്ചാ പോരാർന്നാ? നേരിട്ട് കൂട്ടാ പോരാർന്നാ? അപ്പോ റൂഹ് പിടിപ്പിക്കുന്നത് കൊണ്ട് മലക്കുകളെ സൃഷ്ടിച്ചത് കൊണ്ട് അള്ളാഹ്ക്ക് കഴിവില്ലാന്ന് വരൂല. ഞാൻ പറയുന്ന മറുപടി അതിനല്ല. മനസ്സിലായി? നിങ്ങൾ പറയുന്ന താരതമ്യം ഉണ്ടല്ലോ, നിങ്ങൾ പറയുന്ന താരതമ്യം നിങ്ങളെ വെറും ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു യുക്തി വരുന്ന ലോജിക്ക്. എന്തൊരു ഇല്ലോജിക്ക് പറയ്. ഒരു പറഞ്ഞു ലോജിക്ക് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ മാധ്യമത്തെ തേടി എന്നതുകൊണ്ട് കഴിവില്ലാന്നാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, എല്ലാ മഹാന്മാരും എല്ലാരും തേടുമെന്നുള്ളതിന് തേടുന്ന അന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ മഹാന്മാരെ വിളിച്ചിട്ട് തേടണല്ലോ. അതിന് റസൂലിനെ പഠിപ്പിച്ചെന്ന് ഒരു തെളിവ് എന്നിട്ട് കാണിച്ചാൽ ഞാൻ നാളെ മുതൽ നമുക്ക് ചെയ്യാം. തെളിവ് പറഞ്ഞതിന് മുമ്പ് ഇത് ശിർക്കാവണ കോലം പറഞ്ഞാലോ? മഹാന്മാർ ഒന്നും തേടില്ലാന്ന് കൂട്ട്, മഹാന്മാർ ഒന്നും തേടിയിട്ടില്ലാന്ന് കൂട്ട്. എന്നാലും നമുക്ക് തേടാലോ. ദീനിൽ തെളിവുണ്ടായ പോരെ? എന്തിന് മഹാന്മാർ തേടുന്നു?
ദീനിൽ ഇത് ചെറുക്കാവുന്ന കാര്യം കോലം പറഞ്ഞോ, ബുദ്ധിപരമല്ലേ ചെറുക്ക്? ദീനിൽ തെളിവോടെ ചെറുക്ക് ബുദ്ധിപരമാണെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ തെളിവിന് പോകല്ലേ. ഒരാൾ വസീലയെ തേടി എന്നതുകൊണ്ട്, അതായത് ഒരാൾ കാറുണ്ട്, ഒരാൾ നടന്നു കൊണ്ടപ്പോ പറയുന്നത് ആൾക്ക് കാറിലാന്ന് മനസ്സിലായിരുന്നു. അങ്ങനെ കാറിലാന്ന് മനസ്സിലാവില്ലേ? നടന്നുപോയി, കാർ അവിടെ ഉണ്ടെങ്കിലും നടന്നു പോകാം. മുത്തുനബിക്ക് ഇതെല്ലാം കഴിവുണ്ടെങ്കിലും ദൂതന്മാരെ പറഞ്ഞേക്കാം, പലതും ചെയ്യാം. മറഞ്ഞതറിയില്ല എന്നിട്ട് കളിയാക്കിയ സമയത്ത് മുനാഫിക്കുകൾ പറഞ്ഞില്ലേ, ഇപ്പൊ എന്തായി മറഞ്ഞതറിയുന്നിട്ട് പറഞ്ഞില്ലേ, ഇന്ന സ്ഥലത്ത് എന്റെ ഒട്ടകം ചുറ്റി പണഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞ് ആവശ്യം വരുമ്പോൾ എടുക്കാം. മനസ്സിലായ? മുത്തുനബി ബദർ യുദ്ധത്തിന്റെ തലേദിവസം ചെയ്തിക്കണ്, ഓരോരുത്തർ ഷഹീദാവുന്ന സ്ഥലം കാണിച്ചു കൊടുത്തിക്കണ്. അത് കേട്ടില്ല? അതേപോലെ ഒരു കാര്യം കേൾക്കട്ടെ, അതേപോലെ കൂടി ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു എന്താണ് മാഫിയ വധെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ എന്താ പറഞ്ഞേ, അങ്ങനെയല്ല, മറന്ന കാര്യങ്ങൾ അറിയുന്നവൻ അള്ള മാത്രമാണെന്ന് പറഞ്ഞിട്ട് തിരുത്തി കൊടുത്ത ഹദീസ് ഉണ്ട്. അതിന്റെ ഒക്കെ അർത്ഥം വെക്കണമെന്ന് മുത്തുനബിനെ മറിഞ്ഞത് ഇഷ്ടം പോലെ പറഞ്ഞിട്ടില്ലേ? പറയണത് അതെ, അവിടുത്തെ നിങ്ങൾ അവിടെ അതാണ്, അതിനാണ് അർത്ഥം പറഞ്ഞത്. അതിന്റെ എന്താണ് മായന എന്താന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. എന്താ അറിയിച്ചു കൊടുത്തോ ആ ഒരു സമയത്തുള്ളതല്ലാതെ യഥേഷ്ടം എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെ, യഥേഷ്ടം അറിയാന്ന് പറഞ്ഞാല് അതൊക്കെ തെളിവിഷ്ടന്മാരുണ്ട്. അള്ളാഹു യഥേഷ്ടം അറിയിച്ചു കൊടുക്കൂലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? മുജാഹിദിന്റെ ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു യഥേഷ്ടം? അപ്പൊ ആയിഷാബിയുടെ പേരിലേ ആരോപണം ഉണ്ടായ സമയത്ത് അള്ളാഹു അറിയിച്ചു കൊടുത്തില്ല. ഞാൻ പറഞ്ഞ ആരോപണം ഉണ്ടായ സമയത്ത് മുത്തുനബിക്ക് വഹി അറിയാൻ നേരം വൈകി, അതല്ലേ ഞാൻ പറഞ്ഞില്ല. അപ്പൊ റസൂലുള്ളാഹിക്ക് ഇത് അതിന് മുൻകൂട്ടി അറിയായിരുന്നു എന്നുണ്ടെങ്കിലേ ഇല്ല, അള്ളാഹു കൊടുത്താൽ തന്നെ അറിയുള്ളൂ. ആര് പറഞ്ഞു അങ്ങനെ സ്വന്തമായിട്ട് കഴിയുന്നു? അപ്പൊ പിന്നെ നിങ്ങളിപ്പോ അതിന് മഹാന്മാരോടൊക്കെ ഇങ്ങനെ യഥേഷ്ടം ചോദിച്ചാൽ അള്ളാഹു അറിയിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നേ, അത്ര ഉള്ളൂ. അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാ പോരെ? നിക്ക് അങ്ങനെ പിന്നെ ഡോക്ടറെ അടുത്തും പോകണ്ടല്ലോ, നേരിട്ട് ചോദിച്ചാ പോരെ? അള്ളാഹ് എന്താ കഴിവില്ലേ? നിങ്ങൾ എന്ത് ഡോക്ടറെ കഴിവും അള്ളാന്റെ കഴിവും ചോദിക്കട്ടെ, അടുത്ത് പോണോ? വേണ്ട, പോയാൽ വീട്ടിലിരുന്നിട്ട് ഡോക്ടറെ കാക്കണെന്ന് പറഞ്ഞാൽ മതിയോ? ശിർക്ക് വരില്ല? എന്നാലും ശിർക്ക് വരില്ലേ? ശിർക്ക് വരുമോ? ശിർക്ക് വരില്ല. എങ്ങനെ ശിർക്ക് വരുന്നത്? ഏത് വസ്തുവിലാണ് അവിടെ പങ്കുചേർന്നത്? അതായത് ഡോക്ടറേറ്റ് പോയിട്ട് ഞാൻ ജൻസറെ ഡോക്ടറേറ്റ് പോയിട്ട് ഡോക്ടറെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് ഒരു അസുഖം മാറ്റി തരാൻ പറഞ്ഞ ശിർക്ക് വരില്ലേ? സ്വന്തം കഴിവൊന്നുമല്ല. അങ്ങനെ പറഞ്ഞാൽ ശിർക്ക് വരുമോ? നിങ്ങൾക്ക് പറ, അങ്ങനെ വിശ്വസിച്ച് ചോദിച്ചാൽ ശിർക്ക് വരുമോ? ശിർക്ക് വരും. അപ്പൊ പിന്നെ എന്തിനാ ഡോക്ടറെ എടുത്ത് പോയിട്ട് ശിർക്ക് വന്നില്ലേ? ഇനി എടുത്ത് കൊണ്ടുവന്ന് എന്തിനാ ശിർക്ക് വരാൻ? അതൊന്നും അല്ല പൊന്നാറ് ജൻസറെ. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആയിട്ട്. ഒരു ഡോക്ടറുടെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊരു പ്രൊഫഷണൽ സ്കില്ലിലൂടെ അറ്റൈൻ ചെയ്തൊരു കഴിവാണ്. ഏതൊരാൾക്കും പറയുന്നത് അത് ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? പറ്റൂല. ഡോക്ടറേറ്റ് എടുക്കന്നെ വേണം, അത് അള്ളാഹു കൊടുക്കന്നെ വേണം. എത്ര ആൾക്കാർ പൊട്ടന്മാരും ഡോക്ടർ ആകാൻ പറ്റാത്ത ഏതൊരാൾക്കും പറ്റൂല. ഏതൊരാൾക്കും വിട്, പഠിക്കാൻ കഴിവുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. അതന്നെ പറയണത്. ഏതൊരാൾക്കും പെട്ടില്ലേ? അതായത് ആ ഒരു രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാല് അള്ളാഹു കൊടുക്കലാണ് പതിവ്. ഇത് അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കൊടുത്തത് തന്നെയാണ്. അതെ, അപ്പൊ പിന്നെ നമുക്ക് പേടിക്കാനില്ല, നമുക്ക് ശിർക്ക് വരൂല. അപ്പൊ നമുക്ക് എന്തിനാ, അപ്പൊ നമുക്ക് യഥേഷ്ടം ശിർക്ക് വരൂല. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് എന്ത് ചെയ്യാൻ ചോദിക്കാം. അമ്പലത്തിൽ പോയി ചോദിച്ചാൽ ശരി, നിനക്ക് അമ്പലത്തിൽ പോയാലും ശിർക്ക് വരൂലടാ മോനെ. അമ്പലത്തിൽ പോയ ഹറാമാണ്. ശിർക്ക് വരില്ലല്ലോ. ഹറാമാണ്, ശിർക്ക് വരില്ലല്ലോ. ഹറാമാണ്. നിർത്താൻ പറ്റേ അമ്പലത്തിൽ പോയിട്ട് ദേവി സ്വന്തം കഴിവ് കൊണ്ട് നമ്മളെ രക്ഷിക്കൂന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. അല്ലെങ്കിൽ ഹറാമല്ല ശിർക്ക്. വളരെ ശ്രദ്ധിക്ക്, പോകാൻ പാടുള്ള വേറെ ചർച്ചയെ. അള്ള കൊടുത്ത കൈ കൊണ്ട് സഹായിക്കാൻ നമ്മ പോകാൻ പാടില്ല, ശിർക്കാണ്. എന്താ കാരണം? ശിർക്ക് എന്ന് പറയില്ല, ശിർക്കല്ല, ഹറാമാണ്. ശിർക്കല്ല, ഹറാമ്. അതെങ്ങനെ ഹറാമാവുന്നത്? ഹറാം എന്ന് പറഞ്ഞാല് ഇത് ശൈത്താന്മാരെ അടുത്ത് പോയിട്ട് സഹായം തേടാൻ പാടില്ല, ശൈത്താനാണ് അവര്. അങ്ങനെയും ഉദ്ദേശിക്കണില്ല. എന്ത് ചെയ്യാണ്, ഒരാൾ ഒരു പുതിയതായിട്ട് എന്ത് ചെയ്യാണ്, സ്വന്തമായിട്ട് ഒന്നുണ്ടാക്കി ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്, അമ്പലം എന്ന് പറഞ്ഞാൽ തന്നെ ശൈത്താന്മാരെ പൂജിച്ചു വെക്കണല്ലേ. പിന്നെ അമ്പലത്തിന്റെ പേരിട്ട് കാര്യമില്ല. ഒരാള് പള്ളി വന്നിട്ട് അമ്പലം പേരിട്ട് എന്ത് ചെയ്യാന്? ഒരു കല്ലിനോട് ഒരാൾ പറയാ, ഞാൻ ഉദാഹരണം പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കല്ലിനോട് ഒരാൾ എന്ത് ചെയ്ത് എന്നെ സഹായിക്കണെന്ന് പറഞ്ഞാല് അതൊരു പൊട്ടത്തരാണെന്ന് പറയാം. വിശ്വസിച്ചാലും കല്ല് സഹായിക്കാറില്ലല്ലോ സാധാരണയിൽ.
അപ്പൊ മഹാന്മാർക്ക് എങ്ങനെ സഹായിക്കണത്? അള്ളാഹുവിനെ ആരാധിച്ചതിന്റെ പേരിൽ മോചിതത്ത് കറാമത്തുള്ളത് കൊണ്ട് സഹായിക്കണാണ്. അത് ശരി. അപ്പൊ മുജിസത്ത് കറാമത്ത് എന്താണ്? മുജിസത്തും കറാമത്തും അവർക്ക് ഇഷ്ടം പോലെ ഹിസാബാണ്. ഈ ഒരു ആയത്തുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? ഈ ആയത്തുള്ളത് കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. നിങ്ങൾ രക്ഷപ്പെട്ട് അള്ളാഹു കൊടുക്കൂല. നിങ്ങൾ സുന്നിയായിക്കോളി, രക്ഷപ്പെടാൻ എല്ലാവർക്കും രക്ഷപ്പെടണ്ടേ. ഈ ആയത്ത് ഖുർആനിൽ മാറ്റണം. ഇപ്പൊ ഇതിപ്പോ റഷീദിൽ പറഞ്ഞ മാതിരി കുറച്ച് ആയത്തൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടുന്നു. ഇപ്പൊ മുജാഹിദ് രക്ഷപ്പെട്ടെങ്കിൽ ആയത്ത് പോകണം. ഈ ആയത്തിന് ദുർവ്യാഖ്യാനിക്കാൻ ഞാൻ വ്യാഖ്യാനിച്ചിട്ടില്ലല്ലോ. വ്യാഖ്യാനിച്ചില്ല, അതിന്റെ അർത്ഥം പറഞ്ഞാണ്. അല്ല, ഈ ഒരു ആയത്ത് വെച്ചിട്ട് ഇത് തന്നെ മഹാന്മാരായിട്ടുള്ള ആളുകളോട്, മരിച്ചുപോയ ആൾക്കാരോട് തേടാനുള്ള ആയത്ത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അള്ളാഹു എത്രയും കൊടുക്കാന്ന് പറഞ്ഞോളൂ. അല്ല, അള്ളാഹ്ക്ക് എത്രയും കൊടുക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് നമ്മളെ സ്വന്തത്തിനൊക്കെ കണ്ട് വ്യാഖ്യാനിക്കാലോ. നമുക്ക് വ്യാഖ്യാനിച്ചിട്ടില്ലല്ലോ, അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. വ്യാഖ്യാനിക്കുക നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലുള്ള തെളിവായിട്ട് ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് എന്തിനാണ് തെളിവ് പറയേണ്ടത് ചോദിക്കുന്നത്? ഷിർക്കിനല്ലേ തെളിവ് പറയേണ്ടത്? ജൻസറേ, ഞാൻ തെളിവ് പറയുന്നതിന് മുമ്പ് ഷിർക്ക് എന്താണെന്ന് തീരുമാനമാവണം, എന്നിട്ടല്ലേ നമ്മൾ തെളിവ് പറയേണ്ടത്. ഷിർക്ക് എന്താണെന്ന് തീരുമാനമാവാതെ എന്തിനാ തെളിവ് പറയണേ? ഷിർക്ക് നമുക്ക് ലോജിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഷിർക്ക് എന്ന് പറയുന്നത് ഒരു വിശ്വാസപരമായ കാര്യമാണ്, ബിലീഫുമായി ബന്ധപ്പെട്ട് മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നിങ്ങളൊരു കാര്യം പറഞ്ഞു, അമ്പലത്തിൽ പോയിട്ടും അവർ സഹായിക്കൂല എന്നുള്ളത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെ ഷിർക്ക് വരുന്നില്ല, ഹറാം മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അവിടെ തന്നെ അതായത് നിങ്ങൾ അവിടെ ഷിർക്ക് വന്ന പോലെ അവിടെ ഏതിലെ പങ്കെടുത്ത് പറ, അവിടെ ഏതിലെ പങ്കുചേർക്കണം? ഷിർക്ക് വരെ പങ്കുചേർക്കണം. അതായത് ഒരു പങ്കുചേരണ്ടേ? അവിടെ ഏത് വിഷയത്തിലാണ് പങ്കുചേർന്നത്? അമ്പലത്തിൽ പോയോണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് തേടുകയാണ് അമ്പലത്തിൽ ഇരിക്കുന്ന സാധനം കേൾക്കും. അങ്ങനൊന്നും പറയല്ല, അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ടില്ലല്ലോ. അങ്ങനെ വിശ്വസിച്ചാൽ പിന്നെ ഷിർക്ക് വരും. ഞാൻ പറയല്ലോ, സ്വന്തമായിട്ട് കേൾക്കും വിശ്വസിച്ചാല്. അതുകൊണ്ട് അതല്ല, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവര് കേട്ട് കഴിഞ്ഞാല് ഇതൊക്കെ സ്വന്തമായി കഴിവ്, സ്വന്തമല്ലാത്ത കഴിവ് എന്നൊക്കെ ഉള്ളത് നമ്മളെന്ത് ചെയ്യാണ്? അല്ല, അള്ളാഹു സമദാണ്. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിൽ അള്ളാഹു സമദാണ്. സമദ് എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം വസ്തുവാണ്. അത് ഒരാൾക്കില്ല സ്വയം പര്യാപ്തമാകുന്നത്. അതൊരാൾക്കും നമുക്ക് കൊടുക്കണില്ല, ഒരൊറ്റാൾക്കും ഇല്ല. മാത്രല്ല സ്വയം പര്യാപ്തത മാത്രല്ല, ഈ കൂടുന്നു എല്ലാ കഴിവില്ലേ അല്ലാതെ എല്ലാ കഴിവുണ്ടല്ലോ. ജൻസർ വളരെ ശ്രദ്ധിച്ചോ, എല്ലാ കഴിവുണ്ടല്ലോ സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണ്. അള്ളാന്റെ കേൾവി ആയാലും കാഴ്ച ആയാലും എല്ലാ കഴിവുകളും സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണ്. സൃഷ്ടികൾക്കുള്ള ഒരു മഹാനുക്കുള്ള ഒരു കഴിവും സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമല്ല. അതുകൊണ്ട് ഒരു കാലത്തും സുന്നികൾ ചെയ്യുന്ന തേട്ടൊന്നും ഷിർക്കല്ല. അത്രയും സിമ്പിൾ വിഷയത്തിനാണ് വലിച്ചിഴച്ചിട്ട് ചെയ്യാൻ പാടില്ല, നമുക്ക് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറയണേ. അങ്ങനെയാണെങ്കിൽ എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ വെള്ളം പോലും അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ. കാരണം എന്താ? എല്ലാ കഴിവും അള്ളാഹ്ക്കുണ്ട്. പക്ഷെ അള്ളാഹിന്റെ പതിവ് അങ്ങനെയല്ല, ഓരോ സബബിലൂടെ തരാനാണ് പതിവ്. അതുപോലത്തെ സബബുകളാണ്, കാരണങ്ങളാണ് മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട്, മോചിതത്ത് കറാമത്ത് കൊണ്ട് നമ്മളെ സഹായിക്കും. അങ്ങനെ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ എന്റെ മോചിതത്ത് കറാമത്ത് കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ വഫാത്തായി കഴിഞ്ഞാല് എന്റെ അടുത്ത് വന്ന് തേടിക്കോളി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ പഠിപ്പിക്കേണ്ട. ഞാൻ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും തീരുമാനിക്ക്. ഇനി അത് മുത്തനബി അങ്ങനെ എനിക്ക് മുത്തനബി പഠിപ്പിച്ച മൊത്തം എനിക്ക് അറിയില്ല. അതാദ്യം മനസ്സിലാക്കിയപ്പോ ഞാൻ പറഞ്ഞത് സുന്നികൾ നബിതങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ മൊത്തം ജൻസർ പഠിച്ചിട്ടുണ്ടാ? ആർക്കും അറിയാം ലോകത്ത്? നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ല, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന മക്ബറയെ പോകുന്ന ഈ മൃതങ്ങൾ വിളിക്കുന്ന മധുരങ്ങൾ വിളിക്കുന്നു, അതൊന്നും ഷിർക്കലാണ് ഞാൻ പറഞ്ഞത്. മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടോ? അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം എന്താ? മുത്തുനബി പഠിപ്പിച്ച കാര്യങ്ങൾ ഒരുപാട് ലക്ഷക്കണക്കിന് കാര്യങ്ങൾ എനിക്ക് അറിയാത്തതുണ്ട്. അതിൽപ്പെട്ട അറിയാത്തതായത് കൂട്ടിക്കോ. അതുകൊണ്ടൊന്നും നമ്മൾ തീരെ ചുരുക്കാവില്ല. മുത്തുനബി പഠിപ്പിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക്, അതുകൊണ്ട് ഞാൻ തീരെ ചുരുക്കാവും. ന്യായം സത്യമായ ന്യായം സത്യത്തിന്റെ ഭാഗത്തുള്ള ന്യായങ്ങളാണ് ജൻസറെ. ഒരിക്കലുമല്ല എന്ത് കാര്യമില്ല. ഇപ്പൊ ജൻസർ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ചെയ്യുന്ന ചുരുക്കല്ലോ, നമ്മളിപ്പോ ചെയ്യുന്ന പ്രകാരം വിശ്വാസം കേൾക്കാന്നുള്ള കഴിവ് അള്ളാഹുവിന്റെ സ്വയം പര്യാപ്തതയിലുള്ളതും മഹാന്മാർക്ക് അള്ളാഹു സൃഷ്ടിച്ചു കൊടുക്കുന്ന കഴിവാണ്. ഇനി എന്താ ഇങ്ങനെ അള്ളാഹുടെ മര്യാദ എവിടെ ചുരുക്കുന്നത്, എവിടെ പങ്കുചേർന്നത്? ഇപ്പോ എവിടെ പങ്കുചേരുന്നില്ലല്ലോ. കാരണം അള്ളാഹുടെ സ്വയം കഴിവും ഇത് വ്യത്യാസം. ഡിഫറൻസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി പവർ ഓഫ് ദി ഗോഡ് ആൻഡ് ദി ക്രീച്ചർ.
മോനെ ജൻസറെ നോക്ക്, ഈ അള്ളാഹുവിന്റെയും ഈ സൃഷ്ടിയുടെയും ഇടയിലുള്ള വ്യത്യാസം സ്വയം പര്യാപ്തത എന്ന കഴിവ് അല്ലാഹുടെ എല്ലാ കഴിവിനുണ്ട്. മഹാന്മാർക്ക് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്ത കഴിവാണ്. അതെങ്ങനെയാണ് ഒരുപോലെ അവിടെ? ആര് പറഞ്ഞു മഹാന്മാർക്ക് ഇങ്ങനെ അള്ള എന്ത് ചെയ്തിട്ടുണ്ട്? അത് വേറെ ചർച്ച. അപ്പൊ ജൻസർ ഇപ്പൊ ഞാൻ താമസിച്ച് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, അള്ള കേൾക്കുമ്പോലെ കേൾക്കും, അള്ള കാണുമ്പോലെ കാണും. ഇല്ല ഇല്ല ഇല്ല, ആരും കാണൂല. ഇല്ല ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ആരും പറയില്ല. അതൊക്കെ സമസ്തക്കാർ. ഇത് ഞാൻ പറഞ്ഞു, ഞാൻ സുന്നിയാണ്, എങ്ങനെ ഞാൻ അങ്ങനെ വിശ്വസിക്കലേ? ഞാൻ ചെയ്യുന്ന ചെറുക്കാവോ? പറ, വേറെ ആൾക്കാർ വിശ്വസിക്കാൻ ഞാൻ ചെയ്യുന്ന ചെറുക്കാവോ? എനിക്ക് അങ്ങനെ വിശ്വാസമില്ല. എവിടെ നിന്ന് വിളിച്ചാലും ഇക്കോലത്തിൽ ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഒന്ന് മുഴുവൻ നോക്കട്ടെ. ഇതിലിപ്പോ ഒരാള് ഇസ്തിഗാസ നടത്തുമ്പോ അവിടെ വരുന്ന പല കാര്യങ്ങളിലും അതൊക്കെ ജൻസറിന്റെ വെറും ഭയങ്ങളാണ്. അതല്ല ഞാൻ പറഞ്ഞത്, അതിലൊന്ന് എവിടെ വിളിച്ചാലും കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും. കോല ഞാൻ പറഞ്ഞില്ലേ, 2 കോല വായ പൂട്ടും മുമ്പ് ഉത്തരം ചെയ്യും. അതൊക്കെ ആ കഴിവൊക്കെ അള്ളാഹ്ക്കുണ്ടാ? ആ കഴിവ് അള്ളാഹ്ക്കുണ്ടാ? ഉണ്ട്. ആ കഴിവ് അള്ളാഹ്ക്ക് ഉണ്ടായിരിക്കെ, ആ കഴിവ് അള്ളാഹിന്റെ സ്വയം പര്യാപ്തമായിരിക്കെ, ആ കഴിവ് അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവിൽ ഒരാളും എന്ത് ചെയ്യുന്നില്ല, ശിർക്ക് ചെയ്യുന്നില്ല. ഹിന്ദുക്കളും അതിന് ക്രിസ്ത്യാനികളും ആരും ശിർക്ക് ചെയ്യുന്നില്ല. അല്ല, അത് വേറെ ചർച്ച. ആരും ഇങ്ങനെ വിശ്വസിക്കില്ല എന്ന് എനിക്ക് വാദില്ല. അത് ജൻസന്റെ ഒരു വാദമാണ്, ആരും ശിർക്ക് ചെയ്യില്ല. ഞാൻ ശിർക്ക് ചെയ്യില്ല, അത് പറ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് കാര്യം പറയട്ടെ, എന്റെ കമ്പനിയിലുള്ള ഒരു ഫിലിപ്പീനി ഞാൻ അവനിക്ക് തെറ്റി കൊടുത്തത്. കൃത്യമായി ചോദിച്ചറിഞ്ഞാണ് ഞാൻ. അവരുടെ വിശ്വാസം എന്താ വെച്ച് കഴിഞ്ഞാല്, അവരുടെ വിശ്വാസം എന്താ വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, കർത്താവ് മെയിൻ ഗോഡ്. മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ ആരും ശിർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഏതായാലും ശിർക്ക് ചെയ്യില്ലെന്ന് കിട്ടിയെങ്കിൽ ഇപ്പൊ സുന്നി, ഞാനൊരു സുന്നിയാണ്. അങ്ങനെ എനിക്ക് ദുനിയാവിൽ ആരും ശിർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ പറയല്ലേ, ഒരാൾക്ക് അങ്ങനെ വിശ്വസിച്ചു. സത്യസായിബാബയില്ലേ, ഞാൻ പറഞ്ഞിരുന്നു ശിർക്കിനെ. സത്യസായിബാബനെ ഞാനൊരു ക്ലാസ് എടുത്തുന്ന ഒരു കുട്ടി, ആ കുട്ടി സത്യസായിബാബനെ ദൈവം എന്ന് വിശ്വസിച്ചിരുന്നു. അപ്പൊ അതിന് ശിർക്ക് വന്നില്ലേ? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഈ ക്രിസ്ത്യാനികളും ഇവരൊക്കെ എന്ത് ചെയ്യാണ്? ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു. അപ്പൊ ആരെന്ന് പറയല്ലേ, ഞാൻ പറഞ്ഞത് ഞാൻ വിളിച്ചാല്, ഇപ്പോ ഞാൻ പറയൂല എക്സാമ്പിള്, മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാഹു പടച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസപ്രകാരം ഞാൻ വിളിച്ചാൽ ശിർക്കാവോ? അല്ല, അപ്പൊ ഇവിടെ അങ്ങനൊരു കഴിവ് അള്ള കൊടുത്തിട്ടില്ല. നിക്ക് ജെൻസറിനോട് പറഞ്ഞിരിക്കണം അങ്ങനെ കൊടുത്തില്ല എന്ന് അള്ളാഹ്. അതായത് അങ്ങനെ കൊടുക്കൂലെന്നാണ് പറയുന്നത് അല്ലെ? മുജാഹിദിന്റെ ഒരു പ്രശ്നമാണത്. അള്ളാഹുടെ കഴിവ് അങ്ങനെ കൊടുക്കരുത് എന്നാണ് വാശി പിടിക്കുന്നത്. അള്ളാണെങ്കിലോ എല്ലാം ഇഷ്ടംപോലെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, നീ കൊടുത്തിട്ടില്ലാന്ന് വെക്ക്. ജെൻസറിന് വേണ്ടി അല്ല, ജെൻസറിന് വേണ്ടിട്ട് അല്ലാതെ കഴിവല്ല കൊടുക്കുന്നത്. അള്ളാഹുടെ കഴിവല്ല കൊടുക്കുന്നത് ജെൻസറെ, അള്ളാഹുടെ കഴിവല്ല. അള്ള ഇഷ്ടം പോലെ കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അള്ള ഇഷ്ടം പോലെ കൊടുക്കുന്ന പറഞ്ഞാൽ ഇഷ്ടം പോലെ കൊടുക്കുന്നതിന് അർത്ഥം ഇഷ്ടം പോലെ കൊടുക്കുന്ന പറഞ്ഞാല് അള്ളാഹുടെ കഴിവല്ലാണ് കൊടുക്കുന്നത്. അള്ളാഹു പടച്ചു കൊടുക്കും, എന്തും കൊടുക്കാം, അതിലെന്തും വരാം. നിങ്ങൾ അതെന്ത് ചെയ്യുന്ന കുറക്കണത് എന്തിനാ? അപ്പൊ നമ്മ എന്തിനാ കുറക്കേണ്ട ആവശ്യമില്ല. ഒരു ഒറ്റ കാര്യം ചെയ്യുന്ന നമ്മള് ഇബാദത്തൊക്കെ ഉണ്ടല്ലോ, ഇബാദത്തൊക്കെ ചെയ്യാം. അങ്ങനൊന്നും നമ്മ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മിപ്പോ ശിർക്കിന്റെ കഥ പറയല്ലേ. ഞാൻ എന്ത് ചെയ്യാ? എന്താണ് അതിന്റെ അർത്ഥം? എന്താ ഇയ്യാക്കന നസ്തഈനിന്റെ അർത്ഥം? എന്താ? ഇയ്യാക്ക, നിന്നോട് മാത്രം, നസ്തഈനു, ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിലിഞ്ഞ് ഭൗതികം എന്നില്ല. ഭൗതികം അല്ലാഹുല്ലാത്തത്. ചെറിയ കുട്ടിക്കടക്കറിയാം അതിന്റെ അർത്ഥം എന്താ? ദുർവ്യാഖ്യാനം. അതിന്റെ അർത്ഥം പറ. ഇയ്യാക്ക നസ്തഈനിന്റെ അർത്ഥം പറ. മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നിക്ക്, അതിന്റെ അർത്ഥം മാത്രം എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം എന്നല്ലേ പറയാൻ പാടുള്ളൂ? എന്ത് സഹായം ഉണ്ട്? ഏത് സഹായം ഉണ്ട്? എല്ലാ സഹായവും.
എല്ലാ സഹായവും നിങ്ങൾ ആ പദത്തിന്റെ അർത്ഥം വെച്ചില്ലേ? ഈ പദത്തിന്റെ അർത്ഥം വെച്ച് മാത്രം സംസാരിക്കാം. നിങ്ങൾ ചെയ്യണ ഒന്നിനും ചെറുക്കില്ല. ഏത് മഹാന്മാരും എവിടുന്ന് വിളിച്ചാലും കേൾക്കും, ഉത്തരം ചെയ്യും. അവർക്ക് അള്ളാന്റെ അതേപോലത്തെ കഴിവ്, അള്ളാന്റെ അതേപോലത്തെ കഴിവ് അള്ള കൊടുത്തതാണ്. അള്ളാന്റെ അതേപോലത്തെ കഴിവ് കൊടുക്കാൻ പറ്റില്ല. അള്ളാന്റെ സ്വയം പര്യാപ്തതാണ്, അത് കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന അള്ള കൊടുത്തതാണ്. പോയില്ലേ? അപ്പൊ പോലെ പോയില്ലേ? പോലത്താവണ്ടേ ചിർക്ക് വരാൻ പോലെ പോവാൻ ഒന്ന് സ്വയം പര്യാപ്തത ഇല്ലാതെ സ്വയം പര്യാപ്തത ഒന്ന്. അടുത്തത് എവിടെ നിന്ന് കേൾക്കാൻ? അതെവിടെ അള്ളാന്റെ സിപ്പത്തായിട്ടുള്ളത്? എവിടെ നിന്ന് കേൾക്കാൻ സിപ്പത്ത് അള്ളാന്റെ എവിടെ പറഞ്ഞേക്കണം? അങ്ങനെ സിപ്പത്ത് അള്ളാഹ്ക്ക് മാത്രമുള്ള അങ്ങനെ കഴിയുന്നു. എല്ലാതും എവിടെ നിന്നും കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ചെറുതായതുകൊണ്ട് അള്ളാഹ്ക്ക് എല്ലാ കഴിവുണ്ട്, ആ കഴിവ് കൊടുക്കാനുള്ള കഴിവുണ്ടെന്ന് സുന്നികൾ വിശ്വസിക്കുന്നുണ്ട്. ആ കൊടുക്കാനുള്ള കഴിവ് അള്ളാഹ്ക്കില്ല. അപ്പൊ അള്ളാഹ്ക്ക് ചെറു പവർ കുറഞ്ഞില്ലേ? അള്ളാന്റെ കഴിവ് ഒരാൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാനുള്ള കഴിവില്ല എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് പാവം. നിങ്ങൾ അള്ളാഹ് ഭയങ്കര പാവമല്ല. മുജാഹിദിന്റെ അള്ളാഹ്ക്ക് തീരെ ബുദ്ധി ഉണ്ടാവില്ല, തീരെ പവറില്ല. അങ്ങനെ നിങ്ങളെ ഈ ഒരു വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ സത്യം പറയാലോ, ഒരു നിങ്ങളിങ്ങനെ സെന്റ് അടിക്കില്ലേ? സെന്റ് അടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ അറിയാൻ എനിക്കറിയാം. സെന്റ് അടിക്കേണ്ടത് നിങ്ങൾ വിശ്വാസം. നിങ്ങൾ ഈ വാക്കുകൾ പൊന്നാറ എത്തുന്ന വാക്കുകളാണ്. അതെ, ആരെന്ന് നമുക്കറിയണം. ജൻസറെ സത്യം മനസ്സിലായിക്കോളി. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിലേക്ക് ഒരിക്കലും പോലെ വരുന്നില്ല കേട്ടാ, പോലെ വരുന്നില്ല. ഇത് നിങ്ങളെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തില്ലേ? ഈ ചർച്ച ചെയ്യുന്നത് പോലെ മുജാഹിദ് ഞങ്ങളെ ചർച്ച ചെയ്യിപ്പിക്കില്ല. അവര് തെളിവുകളിലേക്ക് പോകുക. തെളിവുകളും കുറെ കാര്യങ്ങളും മുത്തലബി ചെയ്തേക്കണം. എനിക്കറിയില്ല, ഞാൻ പറയും. യുക്തിയിലേക്ക് പൊന്നാറ ജൻസറെ, ഇത് ലോജിക്കൽ പ്രൂഫാണ്. ശിർക്ക് ചെയ്യാൻ ശിർക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യം എല്ലാം യുക്തിയോടല്ലേ മനസ്സിലാക്കണേ? യുക്തിയോടല്ലേ മനസ്സിലാക്കണേ? തെളിവ് പിന്നെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കണേ? ഓലക്കൊണ്ട തെളിവുണ്ടെന്നും യുക്തിയോടല്ലേ മനസ്സിലാക്കണേ? അതായത് ഇതൊക്കെ ആരെ പഠിപ്പിച്ചു തരേണ്ടത്? ആരെ പഠിപ്പിച്ചു തരേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ ആരെ പഠിപ്പിച്ചു തരേണ്ടത്? അള്ളാഹു പഠിപ്പിച്ചു തരും. അള്ളാഹു പഠിപ്പിച്ചു തരണം. അതെ, അപ്പൊ ഇത് അതിന് അള്ള പഠിപ്പിച്ചു തരും. എങ്ങനെയാണ്? പല കോലത്തിലും പഠിപ്പിച്ചു തരും. നമുക്ക് അള്ളാഹു വഴി ഇറങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾക്ക് വഴി ഇറങ്ങുന്നുണ്ടോ? കേരളത്തിലുള്ള അല്ല, എന്നിട്ട് ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് നിങ്ങൾക്കും വഴി ഇറങ്ങുന്നില്ലല്ലോ, നസീറിനും വഴി ഇറങ്ങുന്നില്ലല്ലോ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും എങ്ങനെ ജീവിക്കുന്നത് അത് നോക്കി ജീവിച്ചപ്പോൾ അതല്ലേ മുത്തനബി പഠിപ്പിച്ചെന്നെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ദിനത്തിനുണ്ടാ അള്ളാന്റെ വസ്തുക്കളിൽ പങ്കുചേർക്കാന്ന് പറയുന്നത് എന്താ? അത് ശിർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ശിർക്ക് വലിയ പാപാണെന്ന്, കൊടിയ പാപം എന്നല്ല അറിയാം. കുറെ ആയത്തുകളെന്ന് അറിയാം. നമ്മൾ പറഞ്ഞ പോലെ പങ്കുചേർക്ക് വന്നിട്ടില്ലല്ലോ. നിങ്ങൾ പറയാണ് അള്ളാഹു അങ്ങനെ കഴിവ് കൊടുക്കൂലെന്ന്. എനിക്കറിയില്ല, ഷിയാക്കളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. നീ നമ്മളെ കാര്യം ചോദിക്കേ, നീ പറയണേക്ക്. അപ്പൊ അള്ളാഹു അങ്ങനെ മുഴുവൻ കഴിയും കൊടുക്കുമെന്ന്. കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ എന്തിനാണ് അള്ളാഹോട് ഡിമാൻഡ് വെക്കാണ്? കൊടുക്കല്ലേ എന്ന് പറയാ. എന്തിനാ മുജാഹിദ് ശരിയാവണം? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പെടൂലേ? കാരണം നിന്റെ സ്വയം പര്യാപ്തത എന്നുള്ള കഴിവുണ്ട്, പിന്നെ മൊത്തം കേൾക്കാന്നുള്ള നിന്റെ കഴിവ്, അത് ഞങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കണമെന്തിനാ? അങ്ങനൊന്നുമില്ല. അള്ളാഹ്ക്ക് ആ കഴിവ് ഒരാൾക്ക് കൊടുക്കുക, ഒരു സൃഷ്ടിക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു വിശ്വസിച്ചോളുന്ന കുഴപ്പം. വേറെയും കുറച്ച് അള്ളാമാരെ സൃഷ്ടിച്ചോട്ടെ. സൃഷ്ടി അള്ളാഹുലടാ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽക്കൊക്കെ പോണതിന് അല്ല, എന്തിനിപ്പോ നിങ്ങൾ അല്ലാത്ത ആൾക്കാരോട് ചോദിക്കണത്? അത് ശരി, നിങ്ങൾ അപ്പൊ ഇതിനാ ഡോക്ടറെ അടുത്ത് പോണത്? ചികിത്സിക്കല് മാത്രമല്ലല്ലോ, അള്ളാഹുടെ ഉമ്മോട് വെള്ളം ചോദിക്കുന്നത് എന്തിനാ? ഇപ്പൊ ഫോണെന്തിനാ ഉപയോഗിക്കുന്നത്? മുത്തനബി പറഞ്ഞ ഫോൺ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞ കേക്ക്. എല്ലാ സഹായം ഒന്നോട് ചോദിക്കാൻ പാടുള്ളൂ. ഇല്ലാക്കനസ്തൈന്റെ അർത്ഥം അത്രേ ഉള്ളൂ. ഇല്ലാക്കനസ്തൈൻ നിന്നോട് മാത്രം സഹായം തേടുന്ന. അപ്പൊ നിന്നോട് മാത്രം എന്ന് പറയുമ്പോ അല്ലോ എന്നോട് ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ സത്യത്തിൽ ഫോണിനോട് സഹായം ചോദിച്ചൂലേ? ഫോൺ സഹായം ചോദിക്കാൻ നാവോട് ചോദിക്കണ്ട. നിങ്ങൾ കൈകൊണ്ട് എടുക്കുന്ന സഹായം തന്നെയല്ലേ? നാവുകൊണ്ട് വേണം. പൊട്ടനൊക്കെ സഹായം തേടാൻ പറ്റില്ല. പൊട്ടനൊക്കെ സഹായം തേടാൻ പറ്റുമോ? നാവ് വേണോ? ഫോണെന്നൊക്കെ സഹായം ചോദിച്ചേക്കണല്ലേ? സഹായം ഉപയോഗിക്കല്ലേ? നിങ്ങള് ഗൾഫിലാവുന്ന സമയത്ത് നിങ്ങൾ അവിടെ റൂമിൽ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം? ഉമ്മ കേൾക്കും. ഉമ്മ കേട്ടിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടനാന്ന് പറയും. പൊട്ടനാന്ന് പറയും. ശിർക്ക് എന്ന് പറയില്ല. എപ്പോഴും മുജാഹിദാണ് ശിർക്ക് എന്ന് പറയണതേ. അത് പറഞ്ഞേക്ക്. നിങ്ങളെ അടുത്ത വിശ്വാസം
അതന്നെ അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ കേൾക്കൂന്ന് വിശ്വസിച്ചാൽ ചെറുക്കാവോ? ആവും. എന്താ കാരണം? ഏതിലാ പങ്കെടുത്ത്? ഉമ്മാക്ക് അങ്ങനെ അള്ളാഹു കഴിവ് കൊടുത്തു വിശ്വസിച്ചാല് ഉമ്മ എന്റെ ഉമ്മ വലിയെങ്കിലോ വലിയ എത്തണെങ്കിലോ? അങ്ങനെയാണെങ്കിലോ? ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ കൊടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് എവിടുന്ന തെളിവ്? അടിപൊളി ചോദ്യം അത്. അങ്ങനെ കൊടുത്തു എന്നുള്ള തെളിവ് എന്താണ്? അന്നക്ക് അങ്ങനെ കൊടുത്തു എന്ന് വെച്ച് ചോദിച്ചാൽ ചെറുക്കാവോ? അത് പറ. എന്നിട്ട് നമുക്ക് കൊടുത്തു തെളിവ് ഞാൻ പറയാം. അടുത്ത തെളിവ് ഞാൻ പറയാം. നിനക്ക് അതെന്റെ വാശി. ആരാ പറഞ്ഞു കൊടുക്കൂലെന്ന് വാശി പിടിക്കുന്നത്? അപ്പൊ പിന്നെ ആയത്തിന്റെ അർത്ഥം എന്താ? അങ്ങനെ എങ്ങനെ എന്ത് ചെയ്താൽ മതിയല്ല. അങ്ങനെ കൊടുത്തു പൊന്നാര ജൻസറേ, ഞാൻ അങ്ങനെ കൊടുത്തു എന്ന് വിശ്വസിച്ച് ചോദിച്ചാൽ ചെറുക്ക് വരാൻ വകുപ്പുണ്ടോന്ന് ഞാൻ ചോദിക്കണേ. ഉണ്ടാ പറയാത്തത് ഞാൻ ചോദിക്കുന്നത് മഹാനിക്ക് ജൻസർ ഇത് പറഞ്ഞാൽ മതി. നമ്മളെ സമയം എത്ര പോണ്? ഇത് മാത്രം പറയാം. നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഞാൻ ഏറ്റെടുത്ത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തു നിന്റെ തെളിവെന്ന് അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഇങ്ങനെ കൊടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കൂല. അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ ആരുമല്ല. അല്ല, ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ട് ചോദിച്ചാൽ ചെറുക്കെന്ന് ചോദിക്കുന്നത് നിങ്ങളല്ല. ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായി പടച്ചോണ്ടായി. അല്ലാതെ അങ്ങനെ പറ്റേ നമ്മ രണ്ടാളും സംസാരിച്ചിട്ട് നമുക്ക് രണ്ടാൾക്കും സുഖത്തിൽ പോണ്ടേ? നിങ്ങൾ സുഖത്തിൽ പോകണം. നിങ്ങൾ എന്റെ കൈ പിടിക്കണം. നിങ്ങൾ എന്റെ കൈ പിടിക്കണം. അതിനാണ് ഞാൻ സംസാരിക്കുക. ജൻസർ അതിന് ജൻസർ പറയുന്നത് എനിക്ക് ലോജിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ജൻസറിന് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ജൻസർ ഒലക്ക ഒന്നുമല്ല. ചോദിക്കലിന്റെ വിധിയെ ഹുക്കുമ് പറയാൻ പറ്റുക. സുന്നത്തായാലും വേണ്ടില്ല, ഇവിടെ കറാത്തായാലും വേണ്ടില്ല. ഇവിടെ ഞാൻ ചോദിക്കുന്നത് മഹാനിക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസപ്രകാരം ചോദിച്ചാൽ ചെറുക്കാണോ അല്ലേ? ജൻസറിന്റെ കൈ പിടിക്കൂ പറയും. അങ്ങനെ വിശ്വാസപ്രകാരം ചോദിച്ചാൽ ചെറുക്കാണോ? ഞാൻ ചോദിച്ചാൽ ചെറുക്കാണോ? നിങ്ങളല്ല, ഞാൻ ചോദിച്ചാൽ ചെറുക്കാവും. എങ്ങനെയാണ്? അള്ളാഹു കൊടുത്ത കഴിവല്ല അവനെ പങ്കുചേർന്നവിടെ. ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്? അള്ളാഹു കൊടുത്ത കഴിവെന്ന്. അള്ളാഹു കൊടുത്ത കഴിവെന്ന്. അള്ളാഹുലോ അള്ളാഹുടെ കഴിവാവില്ലല്ലോ. അള്ളാഹു കൊടുത്ത സൃഷ്ടിച്ചു കൊടുത്ത കഴിവ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് അള്ളാഹിൽ എവിടെ പങ്കുചേർത്തയാണ്? നമ്മള് എവിടുന്ന് വിളിച്ചാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഴിവ് അള്ളാഹുവിന് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കൂലാന്ന് നിങ്ങൾ വാശി പിടിക്കാണ്. കൊടുക്കൂലാന്ന് തെളിവെന്താ? കൊടുക്കൂലാന്ന്. അത് അള്ളാഹ്ക്കും ഉണ്ടാവും, മറ്റുള്ളവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഇല്ല, മഹാന്മാർക്ക് ഉണ്ടാവും. അപ്പൊ എന്നെ ഒരുപോലെ ഒരുപോലെ എന്ന് പറയണേ. അപ്പൊ അള്ളാഹ് കേൾക്കും, നീ കേൾക്കും. അള്ളാഹ് കേൾക്കും, ജൻസറും കേൾക്കും. അതെങ്ങനെ നിങ്ങളിപ്പോ ഉണ്ടല്ലോ, നിങ്ങൾ എന്റെ അതന്നെ പരിധിയിൽ എന്റെ ചെവിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അതൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ മഹാന്മാരുടെ ചെവിക്ക് വലിയ കാര്യങ്ങൾ കേൾക്കാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. അല്ല, നിങ്ങളെ അത് പ്രകാരം എന്തുണ്ട്? ഇവിടുന്ന് വിളിച്ചാലും കേൾക്കുക പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് പടച്ചറപ്പിന് മനുഷ്യനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത ഈ ഭൂമിയില് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോന്നിനും എല്ലാ കാര്യങ്ങൾക്കും ഓരോ സബബുകൾ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ജൻസറെ, സബബുകൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മഹാന്മാരായ ആളുകൾ അവര് മരിച്ചു കഴിഞ്ഞാല് അവർക്ക് എവിടുന്ന് വിളിച്ചാൽ ഇരട്ടി കേൾക്കും. അല്ല പൊന്നാറ ജൻസറെ, ഇപ്പോഴും നിങ്ങൾ അതന്നെ മരിക്കാനും ജനിക്കാനൊക്കെ ജനിച്ചാലും ചെറുക്ക് വരൂലേ? എന്തിനും മരിപ്പിക്കണെന്ന്? മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചെറുക്ക് വരൂല. ശരിക്കും ജൻസറെ എന്ന് ആലോചിച്ച് നോക്കിയേ. മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായില്ലേ? നിങ്ങളിപ്പോ അതന്നെ ഞാനിപ്പോ ഈ റൂമിൽ നിന്ന് ഉസ്താദിനെ വിളിച്ചു നമുക്കൊരു കേൾക്കുവോ? ഇല്ല, അറിയില്ല. എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് അറിയാത്തത് അറിയാം. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഞാൻ പറയില്ല. കേൾക്കും എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേൾക്കാം. ഒരു മനുഷ്യന്റെ കഴിവിനെ മനുഷ്യൻക്ക് പറഞ്ഞ മനുഷ്യനല്ലേ മുത്തുനബി? എന്തെല്ലാം കഴിവുകളുണ്ട്. റാജിന്റെ രാത്രിയിൽ ആകാശത്തേക്ക് പറഞ്ഞില്ലേ? മനുഷ്യൻ എന്ന് പറയുമ്പോ മനുഷ്യനീയത്തിൽ മനുഷ്യനല്ലേ മുത്തുനബി? എന്താണ്? മനുഷ്യൻ തന്നെയാണ്. സംസാരിക്കുള്ളൂ, പക്ഷെ മനുഷ്യനാണല്ലോ, ജിന്നല്ലല്ലോ. ജിന്നല്ലേ? പിന്നെ മനുഷ്യൻ എന്ന് പറയുമ്പോ മനുഷ്യനിക്ക് എത്ര കഴിവ് കൊടുക്കുള്ളൂ? എന്തെല്ലാം കഴിവ് കൊടുത്തിട്ടുണ്ട് നബിക്ക്. അങ്ങനെ അന്ന് എന്താണ് യഥേഷ്ടം കഴിവ് കൊടുത്തില്ല. മുജിസത്ത് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ? ദൃഷ്ടാന്തങ്ങള് അതിൽപ്പെട്ട എന്തെല്ലാം കഴിവുണ്ട്. ദൃഷ്ടാന്തം എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പൊ ഈസാ നബിക്കില്ലേ മനസ്സിലുള്ളത് പറയാൻ പറ്റും.
ഈസാ നബി ആണെങ്കിൽ മരണപ്പെട്ടിട്ടില്ല. അപ്പൊ ഈസാ നബിനോട് നമുക്ക് ചോദിക്കാൻ അല്ല, മരിച്ചോരെ ജീവിപ്പിക്കുമല്ലോ ഈസാ നബി, സൃഷ്ടിയല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒരു 2-3 ആൾക്കാരെ ഏതെങ്കിലും ഒരാളെ. അതെ, നമ്മൾ ഈ ആൾക്കാരെ ഒന്നും സംസാരിക്കണ്ട, ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ചെയ്തോളി. നമ്മൾ ഈ പറഞ്ഞ നിലയ്ക്ക് ഞാൻ ദൂരെയുള്ളൊരു മുഹൈദ്ദീൻ ഷെയ്ഖിനിക്ക് എല്ലാം കേൾക്കാൻ അള്ളാഹു കഴിവ് പടച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസപ്രകാരം, സ്വയം കഴിവല്ല കേട്ടോ, അള്ളാഹുമായിട്ട് കഴിവൊന്നല്ല, അള്ളാഹു പടച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ പടച്ചു കൊടുക്കാൻ കാരണം, ഒരുപാട് അള്ളാഹുവിനെ ആരാധിച്ച് രാവും പകലും അള്ളാഹുവിനെ ആരാധിച്ച് 40 കൊല്ലം ഇശാ നിസ്കരിച്ച് അതേ അതുകൊണ്ട് സുബഹി നിസ്കരിച്ച് അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തപ്പോൾ അള്ളാഹു താല ഒരുപാട് പവർ കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസപ്രകാരം ഞാൻ മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ, എന്ന് ഞാൻ സഹായം തേടിയാൽ ശിർക്കാവോ? ഞാൻ എങ്ങനെ, എന്താ കാരണം, എങ്ങനെയാണ് ഇപ്പൊ അള്ളാഹുടെ മാറ്റല്ലല്ലോ അവിടെ വസ്തു കേൾക്കാന്നുള്ളത്, അള്ളാഹു സ്വയം പര്യാപ്തമല്ലേ. അതായത് ആ ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ആരോടെ പഠിപ്പിച്ചിട്ടുള്ളൂ? ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, അള്ളോട് ചോദിക്കുന്ന മാതിരി ആരോട് ചോദിക്കാൻ പാടില്ല. എനിക്ക് ഇവിടെ സംസാരിക്കാൻ കുറച്ച് ലിമിറ്റേഷൻ ഉള്ള കാരണമാണ്. പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹു പഠിപ്പിച്ചതേ മരിച്ചവരോട് തേടാൻ പാടില്ല എന്ന് മാത്രമല്ല, ജനിച്ചവരോട് തേടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചേക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ, ഇയ്യാക്കനാബുദ് വയ്യാക്കനസ്തൈന്റെ അർത്ഥം നിന്നോട് മാത്രം സഹായം തേടുന്ന. അപ്പൊ ഉമ്മയോട് സഹായം തേടുന്നത് അള്ളോട് തന്നെ തേടുന്നത്. കാരണം എന്താ, അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് ഉമ്മ സഹായിക്കുന്നത്. അപ്പൊ ഉമ്മോട് പറയേണ്ട പോയിട്ട് എന്ത്, ഉമ്മ അള്ളാഹ് തന്ന കഴിവുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, എല്ലാ കഴിവും അള്ളാഹ്ക്കെന്ന് വിശ്വസിച്ച ആളാണ് ചോദിക്കുന്നത്. അപ്പൊ അതേമാതിരി ഉമ്മയോട് ചോദിച്ചു കഴിഞ്ഞാല് ആ ഗ്ലാസ് വെള്ളം എടുത്ത് കൊണ്ടുവരാൻ വയ്ക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ? അല്ല, അറിയൂല. ചിലപ്പോ തളർന്നിട്ടുണ്ടെങ്കിലോ, അള്ളാഹു ആക്കട്ടെ. തളർന്ന് കിടന്ന ഉമ്മാനോട് നിങ്ങൾ ചോദിക്കലുണ്ടോ? ഇല്ല, തളർന്ന് അറിഞ്ഞില്ലെങ്കിലോ. അപ്പൊ ചോദ്യമല്ല, അറിഞ്ഞോളന്നില്ല സംഭവം, കഴിവുണ്ടായിക്കൊള്ളുന്നില്ല ചോദിക്കും. ഇപ്പൊ നിങ്ങളോട് ഞാൻ 10 ലക്ഷം റുപ്യ സഹായിക്കാൻ പറയാ. അപ്പൊ നിങ്ങൾക്ക് ആ 10 ലക്ഷം റുപ്യ ഇല്ലെങ്കിലോ ചോദിക്കാം, ഇല്ലെങ്കിൽ തരൂല, ചോദിക്കാലോ. ഇല്ല പറയോന്ന്, അതെന്തേലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ വിഷയം ചോദ്യം ശിർക്കാവൂല ജെൻസറെ. ഞാൻ പറഞ്ഞത് ദീനാണിത്. ഇപ്പൊ നിങ്ങൾ ഇതിന് ജെൻസറിന് ആ കറക്റ്റ് ഞാൻ പോയിന്റില്ലേ, ആ പോയിന്റിൽ ജെൻസർ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. അള്ളാഹുടെ പോലത്തെ സ്വയം പര്യാപ്തമല്ലാത്ത കഴിവ് എന്താണ് ഒരു സൃഷ്ടിക്ക് അള്ളാഹു പടച്ചു കൊടുത്താൽ ആ കഴിവ് കൊണ്ട് നമ്മൾ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട്, അങ്ങനെ ഇല്ലാതിരുന്നാൽ പോലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചാൽ, ഏതുപോലെ ജെൻസറിന്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു, ആ ചോദ്യത്തിൽ ഇല്ലാത്ത 10 ലക്ഷം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ശിർക്ക് വരാത്തതുപോലെ. 10 ലക്ഷം അല്ലല്ല, 10 ലക്ഷം എന്തൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ 10 ലക്ഷം ചോദിക്കണമെങ്കിൽ ഒന്ന് എന്റെ മുമ്പിലേക്ക് വരണം. എന്തേ ഫോൺ ചെയ്ത് പറയണോ? ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മാധ്യമം, ആ മാധ്യമത്തിലൂടെ നിങ്ങൾ ചോദിക്കണം. ഒരു പണിയാ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോണിൽ നിന്ന് മൂപ്പരിക്കൊന്ന് വിളിച്ചാ എന്നാ പിന്നെ അള്ളാഹ്ക്കൊന്ന് വിളിച്ചാളി ഫോൺ. അള്ളാഹ്ക്ക് പറ്റൂലേ? അള്ളാഹ് എല്ലാ കഴിവില്ലേ? അതാണ് അവിടെയാണ് അല്ല, ഫോൺ ഉപയോഗിച്ച് ഏതൊരു ചർച്ചയിൽ കേട്ടിട്ടുണ്ട്, നിങ്ങളെ CM-ന് കഴിവുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിഞ്ഞാട്ടുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേജ്. അതെ. അപ്പൊ കഴിവ് പ്രകടിപ്പിക്കാൻ പറഞ്ഞിട്ടൊന്നും ഒരാളെന്ത് ചെയ്യാൻ പാടില്ല, കഴിവില്ല എന്ന് പറയാൻ പാടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹും കഴിവില്ല എന്ന് പറഞ്ഞിട്ട് അത് യുക്തിവാദികൾ നമ്മളെ മേലേക്ക് കയറാൻ ഇടയാവും. എന്നാൽ CM-ന് കഴിവുണ്ടായിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കാൻ പറ്റേ? അപ്പൊ അവര് യുക്തിവാദികളും ചോദിക്കും, അപ്പൊ അള്ളാഹ് കഴിവുണ്ടായിട്ട് എന്താ അവർ ചോദിക്കും. അതൊക്കെ ഒരു മണ്ടത്തരം ചോദ്യങ്ങളാണ്. അപ്പോ നിങ്ങൾ പറഞ്ഞത് നിങ്ങളൊരു വിശ്വാസപ്രകാരം മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മാലയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, വല്ല നിരത്തിൽ നിന്നും എന്നെ വിളിപ്പവർക്ക് വായിക്കൂടാതെ തരും. അത് ചെയ്യും ഞാനെന്നോ വായങ്ങനെ പൂട്ടുമ്പോഴത്തിനും കാക്കണേ എന്ന് പറയുന്ന പോലെ ആ പറഞ്ഞിട്ട് ഇങ്ങനെ പായ പൂട്ടുമ്പോഴത്തിനും ഉത്തരം ചെയ്യുന്നതിന് അർത്ഥം. അതേമാതിരി ഉദുഊനി അസ്തജിബിലൊക്കുന്നുണ്ട്, ഉദുഊനി അസ്തജിബിലൊക്കുന്നുണ്ട് ഖുറാനില്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അത് ഏത് രീതിയിലാണ് ഉത്തരം ചെയ്യാന്നുള്ളത്, 3 രീതിയിലാണ് അള്ളാഹ് ഉത്തരം ചെയ്യാന്നുള്ളത് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലേ? അങ്ങനെ പല കോലത്തിന് ചെയ്യും. അള്ളാഹുവിന് ഉടനെ തന്നെ ഉത്തരം ചെയ്യാൻ പറ്റുമോ? വായ കൂടുതൽ മുമ്പ് ഉത്തരം ചെയ്യാൻ പറ്റുമോ അള്ളാഹ്ക്ക്? പറ്റും. എന്നിട്ട് അള്ളാഹു ചെയ്യാറില്ലല്ലേ അങ്ങനെ? ഇഷ്ടം പോലെ. അതേമാതിരി ഔദുലാളങ്ങൾ ഇതേമാതിരി ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. എനിക്കില്ല, പക്ഷേ നമുക്ക് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ അള്ളാഹു ഉത്തരം? നിങ്ങൾ ഇപ്പൊ തന്നെ വിളിക്കും, എനിക്ക് 1 ലക്ഷം റുപ്യ കിട്ടാൻ വേണ്ടി ആർക്കല്ലോട്
അതൊക്കെ അത് ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങനുണ്ടല്ലോ നിങ്ങള് അള്ളാനെ നിങ്ങൾ എന്ത് ചെയ്യാണ് മറ്റുള്ള പല ആളുകളായിട്ടും ഇങ്ങനെ താരതമ്യം കാര്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഈ അള്ളാനെ മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യണ സംസാരത്തിനും താല്പര്യമില്ല. പിന്നെ ഇത്ര നേരം സംസാരിച്ചിട്ട് താല്പര്യമില്ലാന്ന് ജൻസർ, ഞാൻ അള്ളാനെ വേണ്ടി താരതമ്യം ചെയ്തില്ല, നിങ്ങൾ ജൻസറിന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു മനസ്സിലാവുന്ന എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാനും അതന്നെ വിചാരിച്ചിട്ടാണ് ജൻസർ മെസ്സേജ് അയച്ചിട്ടോളി. ഞാനപ്പോ നിങ്ങളങ്ങനത്തെ താരതമ്യം ചെയ്തിട്ടുള്ള താരതമ്യം ചെയ്യാണ്ട് നിങ്ങൾക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾ സംസാരിച്ച് ജയിച്ചു എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ അല്ല, ഞാൻ നിങ്ങൾ 100 വട്ടം ജയിച്ചു ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ജയിച്ചു എന്ന് പറയല്ല. ജൻസർ ഇപ്പോഴും പറഞ്ഞില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ജൻസർ മറുപടി കണ്ടിട്ട് നിർത്തിക്കോ. ഞാൻ പറഞ്ഞു എങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവാകുമ്പോ അള്ളാഹുടെ കഴിവുമാരി ആവൂലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ പങ്കുചേർക്കലാവും? ഞാൻ എങ്ങനെ പങ്കുചേർക്കും? ഈ പാവം ഞാൻ എങ്ങനെ പങ്കുചേർക്കല്? അള്ളാഹു കൊടുത്ത കഴിവും അള്ളാഹുടെ സ്വയം കഴിവും തമ്മിൽ ഒരുപോലെ എങ്ങനെ വിശ്വസിക്കുക? ഞാൻ എങ്ങനെ ഒരുപോലെ ആവല്? കറുപ്പും വെറുപ്പും ഒരുപോലെ എന്ന് പറഞ്ഞ മാതിരിയല്ലേ. ഒന്ന് സൃഷ്ടി, ഒന്ന് സൃഷ്ടാവ്. സൃഷ്ടാവ് സൃഷ്ടിച്ചു കൊടുത്ത കഴിവ് അള്ളാന്റെ കഴിവല്ലേ, അള്ളാഹു പടച്ചു കൊടുത്ത കഴിവല്ലേ. അത് അള്ളാന്റെ സ്വയം പര്യാപ്തമായ കഴിവിനോട് എങ്ങനെയാണ് സമായത് എന്ന് പറഞ്ഞെന്നെ. എങ്ങനെയാണ് ഞാൻ ശിർക്ക് ചെയ്തത്? അത് പറഞ്ഞിട്ട് വെച്ചോ ജൻസർ, പറ. അങ്ങനെ ഞാൻ വിശ്വസിച്ച് ഞാൻ വിളിച്ചാൽ ശിർക്കാവോ? അതെ, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പങ്കുചേർന്ന എവിടെ പങ്കുചേർന്നു? ഒന്നല്ലാണ്ട് പിന്നെ വിശദീകരിക്കണേ ജൻസർ, വിശദീകരിച്ച് പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോണത്. ഞാൻ അതിന് പറഞ്ഞു ജൻസർ, ഇവിടെയാണ് നമ്മളുടെ ചർച്ചയുടെ കറക്റ്റ് പോയിന്റ്, പീക്ക് പോയിന്റ്. ഈ ചർച്ച നിങ്ങൾ ചെയ്യുക, അതിനുശേഷം തെളിവുകളിലേക്ക് പോയാൽ മതി. മക്കാ മുശ്രിക്ക് എന്ത് ചെയ്തു അതൊക്കെ നമുക്ക് വേറെ ചർച്ച നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ശിർക്ക് തീരുമാനം. അതായത് സമസ്ത ചെയ്യണ ഒരു കാര്യത്തിനും എന്തില്ല, ഇസ്ലാമിന്റെ പ്രമാണമില്ല. ഞാനിപ്പോ പ്രമാണം ചോദിച്ചിട്ട് നീ അവിടെ മറുപടി പറയില്ലല്ലോ. എന്തിനാ സമസ്തയിലേക്കൊക്കെ പോണത്? നിങ്ങളെ യുക്തിവാദത്തിന് മറുപടി പറഞ്ഞിട്ടൊരു കാര്യമില്ല. യുക്തിവാദം നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശരിക്കും യുക്തിവാദം കാര്യം. അതായത് ഇന്ന മഹാനിക്ക് അള്ള ഇത്ര കഴിവ് കൊടുത്തിട്ടുണ്ട്, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എത്രയും കൊടുക്കാന്നുണ്ടോ? ഇതൊക്കെ എവിടേക്കാണ് ഇതൊക്കെ എവിടേക്കാണ് ഈ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അള്ളാടെ കഴിവിന് അള്ളാഹ്ക്ക് ഡിമാൻഡ് വെക്കണം. കൊടുക്കൂല അള്ളാടെ എതിരെ നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാനല്ല, അള്ളാഹ്ക്കെതിരെ യുദ്ധം. അങ്ങനെ ഒരു കഴിവും കൊടുക്കൂലാന്ന് നിങ്ങൾ എന്തിനും വാശി പിടിക്കുന്നത്? മുജാഹിദീങ്ങൾ കൊടുക്കൂല എന്നുള്ളത് എവിടെ പറഞ്ഞു? അതേ കഴിവ് കൊടുക്കുന്ന ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ഒരു കാര്യം പറഞ്ഞിട്ട് അള്ളാന്റെ കഴിവ് സ്വയം പര്യാപ്തതയും ബാക്കിയുള്ളത് സ്വയം പര്യാപ്തതല്ലാത്തതും അള്ളാഹ്ക്ക് എവിടുന്ന് കൊടുക്കാനും എന്തിനാക്കാനും പറ്റും. എന്താണ് ജൻസർ പറഞ്ഞത്? എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണോ? അങ്ങനെ കുന്ന് പറയണോ? കുന്ന് പറയുന്നത് ജൻസർ പറ. കുന്നിന്റെ അർത്ഥം എന്താ? കുന്നിന്റെ അർത്ഥം എന്താ? കുന്നിന്റെ അർത്ഥം എന്താണ്? കുന്നിന്റെ അർത്ഥം നിങ്ങളിപ്പോ തന്നെ ഈ ആയത്തോതിലാണ് ഞാൻ ചോദിച്ചത്. കുൻ ഫയക്കുന്ന് പറഞ്ഞ ഒരു സാധനത്തിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും എന്നല്ല അർത്ഥം. പറയാം കുൻ ആകൂ, ഉണ്ടാകൂന്ന്. അതിന് എന്തിനോടാ അവിടെ പറയണത്? അതിന് മുമ്പ് സാധനം ഉണ്ടായിട്ടുണ്ടോ? കുന്നിന്റെ അർത്ഥം എന്താണ് ശരിക്കും പറയാം? കുന്ന് പറഞ്ഞാൽ ഒരു കൽപ്പനയാണ്. കൽപ്പന ആരോടുണ്ടാവും? ഒരു മുഖാത്തബിനോട്, ഒരു ഫ്രണ്ടിലുള്ള ആളോട് കൽപ്പിക്കും. കുൻ ഫയക്കുൻ. അങ്ങനെ പറയൊന്നും വേണ്ട അള്ളാഹ്ക്ക്. നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കിയേക്കണത്? നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അക്കീദ എന്തെങ്കിലും ഓതിയിട്ടുണ്ടോ? കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുൻ ഉണ്ടാകും പറഞ്ഞപ്പോ ഉണ്ടാകുന്നല്ലേ അർത്ഥം? ആരോടുണ്ടാകും പറഞ്ഞാല് എന്ത് സാധനം ഉണ്ടാക്കാൻ കുന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിനോടാ. എന്തിനാ സാധനത്തിനോട് പറഞ്ഞ സാധനം ആദ്യം ഉണ്ടാവണ്ടേ? അതിന് മുമ്പ് ആരോടെ കുന്നറിയണ്? വായുവിനോടാ പറയുന്നത്. അതൊക്കെ അവന്റെ കാര്യങ്ങൾ. അതാണ് പറഞ്ഞത്. അവിടെയൊക്കെ കുറെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. യുക്തിവാദം എന്ന് പറയുമ്പോഴേ യുക്തി ഉപയോഗിക്കേണ്ടതൊക്കെ വിശ്വാസത്തിന്റെ മേഖലയിലാണ്. അത് കുറച്ച് നമ്മൾ പഠിക്കണം. യുക്തിവാദികളോട് നമ്മൾ പോയിട്ട് ഖുർആൻ പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നാര ജൻസറെ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കുറെ മറുപടി ഖുർആൻ പറഞ്ഞാൽ കാര്യമുണ്ട്. എന്തിനാന്നറിയോ? ആ കഴിഞ്ഞ ടി.എ. ജബ്ബാറിന്റെയും പിന്നെ മറ്റേ എന്താണ് ചങ്ങയുടെ പേര്, അക്ബറാ, അക്ബറിന്റെ സംവാദം കേട്ട് കഴിഞ്ഞാല് ഏത് യുക്തിവാദിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കൃത്യമായിട്ട് അയാൾ പറഞ്ഞത്. അതൊക്കെ ശരി ജൻസർ. നിങ്ങളെ സംസാരങ്ങളിൽ കുറെ എണ്ണം യുക്തിവാദികൾക്ക് ഏണി വെച്ചു കൊടുക്കാണ്. നിങ്ങൾ വാശി പിടിച്ചിട്ട് പറയും ഇപ്പൊ എന്തായി CMA ഉണ്ടായിട്ടെന്ന് ചോദിക്കുമ്പോ അവരെ ചോദ്യം തന്നെ കൊടുക്കുക ഇപ്പൊ എന്തായി അള്ള ഉണ്ടായിട്ടെന്നാ. മനസ്സിലായോ? അള്ള പരീക്ഷിക്കും. ഉത്തരം കിട്ടാതിരിക്കുക എന്നുള്ളത് എന്താണ്? കഴിവില്ലാന്ന് തെളിവല്ല എന്ന് പറയണത്. തെളിവ് തന്നെയാണ്. നിങ്ങളെന്താണെന്നറിയോ? ഒക്കെ അള്ള
അള്ള ഉത്തരം ചെയ്തിട്ടില്ല, അപ്പൊ അതുപോലെ CM ഉത്തരം ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഞാനൊരു കാര്യം ചോദിച്ചു, അള്ളാഹുവിന് കഴിവുണ്ട്, പക്ഷേ അള്ളാഹു നിങ്ങൾ പറഞ്ഞു അതിന് ഉമ്മാനോട് വെള്ളം എടുത്താട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഉമ്മ എടുത്ത് തരും. ചിലപ്പോ ഉമ്മ എടുത്ത് തരില്ല, ഉമ്മ ചോദിച്ചെടുത്തോ എന്ന് പറയും. ആ ഒരു കാര്യങ്ങളെയും പിന്നെ ഒരു മഹാനോട് ഇരുന്നിട്ട് പറയണതും ഒക്കെ എന്താണ് ഇതിനൊക്കെ തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് ഒരു ലിംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അല്ല ജൻസർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞതിലെ മണ്ടത്തിൽ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഉമ്മാവോട് വെള്ളം എടുത്ത് തരാൻ പറയുമ്പോ തന്നെ ഉമ്മാക്ക് സ്വയം കഴിവ് വിശ്വസിച്ച് കഴിഞ്ഞാൽ ശിർക്ക് വരുന്ന പോലുണ്ട്. ഉമ്മ പോയി എടുത്തു കുടിച്ചോളാൻ പറഞ്ഞാലും ഉമ്മാക്ക് സ്വയം കഴിവ് ഉദ്ദേശിച്ചുകൊണ്ട് ചോദിച്ചാല് ഉമ്മോട് ചോദിക്കുന്നതും ശിർക്ക് വരുന്നുണ്ട്. അവിടെ ശിർക്ക് വന്നത് ഉമ്മയായതുകൊണ്ടല്ല. അതായത് പലതും പല ഉദ്ദേശത്തിലും പലതല്ല ഇതിന് ആകെ ഈ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ പറയട്ടെ. ഇപ്പോ പിന്നെ ഉമ്മാനോട് നമ്മള് ഉമ്മാക്ക് എടുത്തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരാളും ഉമ്മാനോട് ചോദിക്കാൻ പോകില്ല. അത് വേറെ ചർച്ച. ചോദിക്കാൻ പോവാതിരിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് ഉമ്മാക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ശിർക്ക് വരുമല്ലോ. ശിർക്ക് വരില്ലേ? വരും. അപ്പൊ ശിർക്ക് വരാനുള്ള കാരണം മരിച്ചതല്ല. സ്വയം കഴിവ് പറഞ്ഞു കഴിഞ്ഞാല് അത് മാത്രല്ല, ഞാനിപ്പോ എവിടുന്ന് വിളിച്ചു കഴിഞ്ഞാലും, അതായത് ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അതന്നെ ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഇരുന്നിട്ട് ഉമ്മ ദിവസം വെള്ളം തരട്ടെ എന്ന് അവിടെ ഇരുന്നിട്ട് ഞാൻ മന്ദിരിച്ചു കഴിഞ്ഞാല് ഇമ്മ വെള്ളമായിട്ട് ഉമ്മ വരുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാല് ശിർക്ക് തന്നെയാണ്. ഇല്ല, എങ്ങനെ ശിർക്കായിരുന്നേ അവിടെ? അങ്ങനെ ഒരു കഴിവ്, അതെ, അതായത് അത് അങ്ങനെ അപ്പുറത്ത് മറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ അറിയാം. പ്രശ്നം എന്താ? മറഞ്ഞ കാര്യം ഒരു സൃഷ്ടി അറിയൂന്ന് വിശ്വസിച്ച ശിർക്ക് എന്ന് പറയണത്. അതെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈസാ നബീനെ പറഞ്ഞില്ലേ ഇങ്ങനെ ഞാൻ മറഞ്ഞ കാര്യം അറിയുന്ന എന്താണ് അത് ഈസാ നബി എല്ലാം മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നതാണോ? അല്ലല്ല, മറഞ്ഞ കാര്യം അറിയുന്ന നീ ശിർക്ക് വരുന്നല്ലേ പറഞ്ഞത്. മറഞ്ഞ കാര്യം അറിഞ്ഞല്ലോ, പോരെണ്ണം അറിഞ്ഞാ പോരെ, കുറെ അറിയണം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാറി പോവല്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മാറ്റിയില്ലേ? മറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ലാന്ന് ഞാൻ അങ്ങനല്ല വേണ്ടത്. ജൻസർ ഇപ്പൊ പറഞ്ഞല്ലോ, ജൻസർ ഇപ്പൊ പറഞ്ഞില്ലേ മറഞ്ഞ കാര്യം അറിഞ്ഞാൽ ശിർക്ക് വരുന്നുണ്ടെങ്കിൽ ഈസാ നബി ചെയ്തതും ശിർക്കാവണ്ടേ? മറഞ്ഞ കാര്യം അറിഞ്ഞല്ലോ, ശിർക്കാവോ? അത് മാറിയാ? മറഞ്ഞ കാര്യം അറിഞ്ഞാലല്ലേ ശിർക്ക് എന്ന് പറയാൻ മനസ്സിലായ? മറഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്ത അറിയുന്നു മനസ്സിലായ? അത് ഏത് കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയാലോ. അങ്ങനെ തന്നെയാണ് എല്ലാ മഹാന്മാരും അറിയുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാ മഹാന്മാരും. അതായിരിക്കും അറിയിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടമുള്ളവർക്ക് അറിയിച്ചു കൊടുക്കും, ഇഷ്ടദാസന്മാർക്ക് അറിയിച്ചു കൊടുക്കും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ? അല്ലോ മുത്തുനബി. അപ്പൊ എല്ലാ കാര്യവും അതുപോലെ അറിയിച്ചു കൊടുക്കേണ്ടതായിരിക്കാണ്. മുത്തുനബിക്ക് അറിയിച്ചു കൊടുത്തിട്ട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതന്നെ അള്ള അറിയിച്ചു കൊടുക്കണ പോയിന്റിൽ മാത്രമേ മുത്തുനബിക്ക് അറിയുള്ളൂ. അതെ, അള്ളാഹു എല്ലാ പോയിന്റ് അറിയിച്ചു കൊടുത്താല് അന്ന് എല്ലാ പോയിന്റും അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ? ചരിത്രത്തിൽ കൊടുത്തിട്ടില്ല പറഞ്ഞേ. കൊടുത്തിട്ടില്ലാന്ന് ഞാൻ എന്താ പറയണു? എങ്ങനെ പറയണേ? അതായത് അപ്പൊ നബിതങ്ങള് ആയിഷ ബീവിന്റെ വിഷയത്തിൽ എന്ത് നബി തങ്ങൾക്ക് അറിയിച്ചിട്ടില്ലേ? അറിയിച്ചിട്ട് അറിയൂല എനിക്ക്, ഞാനുണ്ടായില്ലല്ലോ. അപ്പൊ എനിക്കറിഞ്ഞൂടാ. അപ്പൊ നബിതങ്ങള് ആയിഷ ബീവിനെ മനഃപൂർവ്വം വിശ്വസിച്ചാണല്ലോ അല്ലെ? ആര് പറഞ്ഞാ വിശ്വസിച്ചെന്ന്? പ്രകടിപ്പിച്ചിട്ടുണ്ടാവും, അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പ്രകടിപ്പിക്കാൻ. നബിതങ്ങള് മറ്റേ അവിടെയുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്താണ് കബളിപ്പിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ നബിതങ്ങളെ ഒരു സഹാബിന് ഒരു ജൂതൻ എന്ത് ചെയ്തു, ഭക്ഷണത്തിന് ക്ഷണിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു. ആ സഹാബി കഴിച്ചു. നബിതങ്ങൾ കഴിച്ചപ്പോഴത്തെ അപ്പൊ തന്നെ ജിബ്രീലെത്തി. അപ്പൊ തന്നെ ആ സഹാബി എന്ത് ചെയ്തു, എന്താണ് സഹാബി എന്താണ് മരണപ്പെട്ടു പോയി. നബിതങ്ങൾ എന്ത് ചെയ്യാണ്, നബിതങ്ങള് തിന്നിട്ട് മരിക്കട്ടെ എന്ന് വിചാരിച്ചാണോ അറിഞ്ഞിട്ടും? അതന്നെ ഞാൻ അള്ളാഹു കുറെ ബദരീങ്ങൾ ഷഹീദാക്കിന്ന് പാവം. കാരണം അള്ളാഹ്ക്ക് ഇത് അറിയാനിട്ടാണ് വിട്ടത് അല്ലേ? അള്ളാഹ്ക്ക് അറിയാലോ, അള്ളാഹു കുറെ ബദരീങ്ങളെ കൊന്നത്. ബദരീങ്ങൾ ഷഹീദാക്കി. അള്ളാഹു അല്ലേ, അള്ളാഹ്ക്ക് അറിയാലോ ഇവരൊക്കെ ഷഹീദാവുന്നത്. അപ്പൊ മുത്തുനബിക്ക് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ അള്ളാഹ്ക്ക് പറക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ അള്ളാഹിനെ മുത്തുനബി നിങ്ങൾ താരതമ്യം വലിയ കാരണം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ഒരു കാര്യം ചെയ്തില്ല പ്രകടിപ്പിച്ചില്ല എന്നതുകൊണ്ട് അറിവില്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്.
അതാണ് നിന്റെ ലോജിക്ക്. ജെൻസറിന്റെ ലോജിക്ക് താരതമ്യം ചെയ്യാന്നുള്ള ലോജിക്ക് അല്ല, ഇവിടെ അള്ളാന്നുള്ള ചർച്ചല്ല, ലോജിക്കിനെ ഞാൻ കുളിക്കുന്നത്. ജെൻസറിന്റെ ലോജിക്ക് ലോജിക്കിനല്ല നിങ്ങൾ പൊളിച്ചത്. അള്ള എന്തിനാ ആൾക്കാരെ കൊന്നു എന്നുള്ള ചോദിച്ചത് ഉദാഹരണം പറയാം. ഇല്ലോജിക്കലാണോ? എങ്ങനെ അള്ളാനി റസൂലിനെ എന്തിനാ താരതമ്യം? എന്റെ കാരണം വെച്ചാല് നീ അള്ളാഹ്ക്ക് എല്ലാ കഴിവും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോഴാണ് നിന്റെ ലോജിക്ക് പൊളിക്കാന് ഇത്ര മതി. അതായത് ഉദാഹരണം പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ യുക്തിവാദികളുടെ ലൈനിലാണ് പോണത്. അപ്പൊ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരു അവസാനമായിട്ടൊരു കാര്യം പറയാം. നിങ്ങളോട് എന്ത് കാര്യം ചോദിച്ചാലും നിങ്ങളോട് എന്ത് കാര്യം ചോദിച്ചാലേ നിങ്ങൾ എന്ത് ചെയ്യണു? അപ്പൊ അള്ളാഹ്ക്കോന്ന് പറയട്ടെ ഞാൻ പറയട്ടെ നബിതങ്ങളുടെ കാര്യം പറഞ്ഞാലും മഹാന്മാരുടെ കാര്യം പറഞ്ഞാലും അപ്പൊ അതന്നെ അള്ളാഹ്ക്കോ എന്താണ് അല്ലെങ്കിൽ അള്ളാഹാനായിട്ട് നേരെ അള്ളാന്റെ അടുത്തേക്ക് കൊണ്ട് അള്ളാഹാനായിട്ട് വരേണ്ട താരതമ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത് പോണത്. ഞാൻ പറഞ്ഞത് ജെൻസർ ഒരു കാര്യം പറയട്ടെ. ജെൻസറിന്റെ രീതി എവിടെ പോണെന്നറിയോ? ഒരാള് കല്ലുമ്മ തട്ടി വീണപ്പോ നിങ്ങൾക്ക് നേരെ കൊണ്ടുപോകണം കണ്ണിന്റെ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ അവൻ പറയും പൊന്നാരെ എനിക്ക് കണ്ണ് കാണാം. അപ്പൊ നിങ്ങൾ പറയാണ് ഇല്ലില്ല നിങ്ങൾക്ക് കണ്ണ് കാണൂല, കാരണം എന്താ നീ കല്ലുമ്മ തട്ടി വീണില്ലെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കല്ലുമ്മ തട്ടി വീണത് കണ്ണ് കാണൂല എന്ന് തെളിവ് പിടിക്കുകയാണ് ജെൻസർ. കാരണം കണ്ണ് കണ്ടാലും ചിലപ്പോ വീഴാം. കഴിവുണ്ട്. ജെൻസറിന്റെ തെളിവ് ഇങ്ങനെയായിരുന്നു. ജെൻസറിന്റെ തെളിവ് മൊത്തം കഴിവുണ്ടായിരിക്കെ പിന്നെ എന്ത് കൊണ്ട് കണ്ടില്ലാന്ന്. അപ്പൊ കണ്ണുണ്ടായിരിക്കുന്നേ എന്തുകൊണ്ട് കല്ലുമ്മ തട്ടി വീണുന്ന്? കല്ലുമ്മ തട്ടി എന്തുകൊണ്ട് കണ്ടില്ല എന്നല്ല, ഇതിനെ ബലപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസും ഉണ്ട്. എല്ലാ കണ്ടിട്ടുണ്ട് പൊന്നെ. ഹദീസ് ലക്ഷക്കണക്കിന് ഹദീസൊക്കെ പഠിച്ച മഹാന്മാർ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറെ ഹദീസുകൾ കിട്ടാതെ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സ്വയം അതിനെ എന്ത് ചെയ്യാണ് മൈൻഡിലൂടെ ഇതൊക്കെ നബിതങ്ങള് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് ജെൻസർ ഞാൻ പറഞ്ഞ ചോദ്യത്തിനും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പങ്കു ചേർക്കാതെ ഞങ്ങൾ പങ്കു ചേർക്കുന്നു ബാധിക്കുന്നുണ്ട്. പക്ഷെ തങ്ങൾക്ക് തെളിവ് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ അള്ളാഹിന്റെ കഴിവ് സ്വയം പര്യാപ്തതാണ്, മഹാന്മാരുടെ കഴിവ് സ്വയം പര്യാപ്തമല്ല, അള്ളാഹു കൊടുത്ത കഴിവാണ്. അത് രണ്ടും ഒരുമാതിരി അല്ലാതിരിക്കെ പിന്നെ പങ്കു ചേർക്കൽ ഉണ്ടാവൂലല്ലോ ജെൻസറെ എന്ന് ചോദിക്കുമ്പോ ജെൻസർ ഉണ്ടാവും. അതായത് ഇതില് പറഞ്ഞു കഴിഞ്ഞാലല്ലേ അതിൽ പങ്കുചേർക്കൽ ഉണ്ടാവും എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിലൊരു പങ്കുചേർക്കലൊന്നും ഇല്ല. ഇതൊക്കെ അനുവദനീയമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് പറയും? ആദ്യം ആര് പഠിപ്പിക്കും? അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചാലും ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പൊന്നാര ജെൻസറെ. ഇത്രയും സിമ്പിൾ കാര്യമാണ് പഠിപ്പിക്കാം. ഇത് ആരും ഇതിനുള്ള ഒരു കാര്യം എന്ത് ചെയ്യണ്ടില്ല, നമുക്കൊരാളും പഠിപ്പിച്ചേണ്ട പകൽ വെളിച്ചം പോലെ എല്ലാ കാര്യം ദീനിലുള്ളതാണ്. ഏത് കാര്യം ദീനില്ലാത്ത എല്ലാം ദീനായിട്ട് ബന്ധമുണ്ട് ലോകത്ത്. എല്ലാം ഓക്കെ. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ദീനുമായി ബന്ധപ്പെട്ട ഏത് കാര്യം ചെയ്യണത് ആൾക്കാര്? ഒരു കാര്യമില്ല, എല്ലാം ദീനിന്റെ കാര്യമാണ്. ഏതാ റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത കാര്യം ദീനിൽ നമ്മൾ ചെയ്യണത്? ഇല്ല, ദീനിനെ കുറിച്ച് പറയില്ലാന്ന്. എല്ലാ കാര്യവും ദീനിലുള്ളതാണ്, ദീനുമായി ബന്ധമുണ്ടാവും. അപ്പൊ എല്ലാ കാര്യവും ദീനിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്തിഗാസ റസൂലുള്ളാഹി പഠിപ്പിക്കണല്ലോ. എതിർത്തിട്ടില്ലാന്ന്, ഇസ്തിഗാസ ചെയ്യാന്ന് നിങ്ങളാണ്ട് പറയാണ് അത് എതിർത്തിട്ടില്ല, അതുകൊണ്ട് അത് അനുവദനീയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ MDMA ഉപയോഗിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? ലഹരി ഉപയോഗിക്കാൻ പാടില്ല ദാഖിലായി. ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ തഹത്തിൽ ദാഖിലാവും. അല്ല, അപ്പൊ ഒരാൾ വാദിക്കാണ് MDMA ലഹരി അല്ല, അത് ഞങ്ങൾക്ക് ഉത്തേജകം തരുന്ന സാധനമാണ്, അത് ലഹരിയിൽ പെടൂല. ലഹരി പെടൂല എന്ന് ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലഹരി ആണെങ്കിൽ അത് ഹറാമാണ്. ഒരാൾ പറയാണ് അതിലെന്ത് ചെയ്യണില്ല, അത് ആളുകൾക്ക് ഉത്തേജകം ഉണ്ടാക്കുന്നുള്ളൂ, അല്ലാതെ അതൊരു ലഹരി അല്ല എന്നുള്ളത് ഇപ്പോ എല്ലാരും കൂടിയിട്ടാണ് സമർത്ഥിക്കുകയാണ്. എല്ലാരും സമർത്ഥിച്ചാ പിന്നെ ദീനിൽ അത് ഹറാമാവൂല. കാരണം സമർത്ഥിക്കണമെങ്കിൽ കറക്റ്റ് ആവണ്ടേ, എന്നാലേ സമർത്ഥനം നടക്കുള്ളൂ. തൊള്ളി തോന്നി പറഞ്ഞ സമർത്ഥനാവില്ലല്ലോ. അതെ. അപ്പൊ അതുപോലെയാണെങ്കിൽ അത് ഇതുപോലെ എന്താണ് ചെയ്യാൻ, അതായത് എത്രയോ കാര്യങ്ങൾ എല്ലാ കാര്യം ഒരു നിലക്കും പിടുത്തം തരാതെ ഇത്രയൊക്കെ സംസാരിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ ജെൻസർ ഒന്നും കൂടി ചിന്തിച്ചു നോക്കിയേ. ഷിർക്ക് എന്താന്ന് പഠിക്കുക, അതിനുശേഷം മാത്രം ചർച്ച ചെയ്യാം. ഷിർക്ക് എന്താന്ന് പഠിക്കുന്നതോട് കൂടെ ഷിർക്കിനെ കുറിച്ചിട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കാന്നുള്ള മലയാള പദം അതെന്താണെന്ന് ചോദിക്കുമ്പോ വക്കീല് പങ്കുചേരണമെങ്കിൽ സ്വയം പര്യാപ്തതയില്ലാത്ത
സ്വയം പര്യാപ്തത ഇല്ലാത്തന്നോ ഒരു ഏത് രീതിയിലാണെങ്കിലും അള്ളാന്റെ അതേപോലത്തെ കഴിവ് സ്വയം പര്യാപ്തത ഇല്ല, സ്വയം പര്യാപ്തത ഇല്ല. പക്ഷെ എന്നാലും അള്ള കേൾക്കുമ്പോലെ നമ്മള് പൊന്നാർജൻസർ അള്ള കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോഴേ സ്വയം പര്യാപ്തത ഇല്ലാതെ അള്ളാഹ് കേൾക്കാൻ പറ്റൂല. അള്ളാഹെ കേൾക്കണമെങ്കിൽ സ്വയം പര്യാപ്തത വേണം. സ്വയം പര്യാപ്തത കേൾവി മാത്രം അള്ളാഹെ കേൾവി. നിങ്ങള് ഒരു ടെക്നിക്കൽ ടേം കൊണ്ട് കൊണ്ടുവന്ന അല്ല സമദിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത്. സമദ് കുൽ ഹുവ അല്ലാഹു സമദ് ടെക്നിക്കൽ ടേം അല്ല. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടെക്നിക്കൽ ടേം അല്ല, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. കുൽ ഹുവ അല്ലാഹു സമദിന്റെ അർത്ഥമാണ് സമദീയത്ത് എന്ന് പറഞ്ഞാൽ അന്യാശ്രയം, ഒരാളിനോടും ആശ്രയമില്ലാത്തവനാണ് അള്ളാഹു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാണ്, ഫുള്ള് ബാക്കിയുള്ള ആളുകൾക്ക് എന്താ കാരണം അറിയോ? എവിടുന്ന് വിളിച്ചാലും കേൾക്കും എന്നുള്ളത് ഏത് കഴിവില്ലേ, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനും കേൾക്കാതിരിക്കാനൊക്കെ അള്ളാഹുവിന്റെ കേൾവിയൊക്കെ സ്വയം പര്യാപ്തതാണ്. സ്വയം പര്യാപ്തത ഇല്ലേ അത് അള്ളാഹിന്റെ കേൾവി ആവൂല. ആര് കേട്ടാലും സ്വയം പര്യാപ്തത ഉണ്ടെങ്കിൽ, കേൾവി ഉണ്ടെങ്കിൽ മാത്രമേ അത് അള്ളാഹിന്റെ കേൾവി പോലെ ആവുള്ളൂ. അല്ലാത്തോടത്തോളം അള്ളാഹിന്റെ പോലെ ആകൂല. മുശ്രിക്കുകളൊന്നും എന്തല്ല, അവരൊന്നും മുശ്രിക്കല്ല, അവരൊക്കെ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. അതിനൊപ്പം എന്ത് ചെയ്യാണ്, അവര് മറ്റുള്ള ആളുകളും അതുപോലെ അതായത് മറ്റുള്ള ആളുകളൊക്കെ എന്താണ് അള്ളാഹുവിലേക്കുള്ള ഇടനിലക്കാരായിട്ടാണ് അവർ ഉപയോഗിച്ചത്. അതായത് അവരൊന്നും എന്തല്ല, അവരൊന്നും മുശ്രിക്കുകളല്ല. ജൻസറിന് ഇപ്പൊ മുശ്രിക്കിന്റെ കുറെ ഉദാഹരണങ്ങൾ കൊണ്ടുവരാന്നല്ലാതെ ജൻസർ ഞാൻ ഈ ചോദിച്ചതിൽ പങ്കു ചേർക്കണ കാണിച്ചു തരാൻ പറ്റില്ല. എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഞാനിത് മറ്റേ നിങ്ങൾക്ക് എങ്ങനെ ഞാനിത് ചെറുക്കല്ലാന്ന് പറഞ്ഞത്, ഞാൻ പഠിച്ചിടത്തോളം അള്ളാഹുവിൽ പങ്കു ചേർക്കാനുള്ള ലൈസൻസ് ഞാനായിട്ട് ജൻസറിന് ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ 29 വയസ്സ് വരെ നാടനായിരുന്നു. 29ാമത്തെ വയസ്സിൽ ഞാൻ പഠിക്കാൻ പോയത്. ഞാൻ അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നത് ദുബായിൽ. 2 കൊല്ലം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആയിരുന്നു, ജാവലിൻ ത്രോ ഫസ്റ്റ്, അതേമാതിരി BSc ഡിഗ്രി എടുത്ത ആളാണ്. 29ാമത്തെ വയസ്സ് വരെ എനിക്ക് നിങ്ങളെ മാതിരി ഇഷ്കാലായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പഠിച്ചു. അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ ജെൻസ് ഒന്നും കൂടി പഠിക്കാനുണ്ട്. ഇനി ഒന്ന് പറ. ഞാൻ പഠിച്ചോണ്ട് എന്താണെങ്കിലും അടുത്ത ദിവസം തന്നെ നമുക്ക് ചർച്ചകളും കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല ആ ചർച്ചയിൽ നിങ്ങൾ എന്തെന്നെ ആയിക്കോട്ടെ, ഇനി എന്തെന്നെ പഠിച്ചതാക്കി കഴിഞ്ഞാലും ഞാനൊരു ഇസ്തിഹാസം ചെയ്യാൻ പോണില്ല. നിങ്ങൾ ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ, നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്. നിങ്ങൾ ആ വിശ്വാസം നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഇസ്തിഹാസ ചെറുക്കാണെന്ന് പറയാൻ ഇപ്പൊ ജെൻസറിന് കഴിഞ്ഞിട്ടില്ല. കാരണം ജെൻസ് ഒരു കാര്യം ചെയ്യും, ഒരു പേനും പേപ്പർ എടുക്കുക, എന്നിട്ട് അതിലിങ്ങനെ വരക്കുക, ചാർട്ടാക്കുക അള്ളാഹുവിന്റെ കഴിവ്, എന്നിട്ട് ഒരു അതിൽ എഴുതിയേക്കുക അള്ളാഹിന്റെ കഴിവ് സ്വയം പര്യാപ്തത ഉള്ള കഴിവ്, സൃഷ്ടികളെ കഴിവ്, മരിച്ചാലും ജനിച്ചാലും ഡോക്ടറെയും ഉമ്മാടെയും എല്ലാവരും ദൂരമുള്ളവരും അടുത്തുള്ളവരുടെയും എല്ലാം കേൾക്കാനുള്ള കഴിവൊക്കെ സൃഷ്ടികളെ കഴിവെന്ന് കൊടുക്കുക. അതിൽ സ്വയം പര്യാപ്തത എന്നുള്ളത് വെട്ടിടാം. എന്നിട്ട് പറയാം ഇത് രണ്ടും സമാണെന്ന് പറഞ്ഞ അവൻ പൊട്ടനല്ലേ. സൃഷ്ടികൾക്കുള്ളതിൽ സ്വയം പര്യാപ്തത എന്നുള്ള കഴിവ് ഇതിന് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ കുറച്ച് തൊള്ളലിൽ നാവിനൊന്ന് മറ്റേ നല്ലൊരു സാമർത്ഥ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കഴിവിനും എന്ത് ചെയ്യാം, ഏത് ശിർക്കിനും നമുക്ക് ശിർക്കല്ലാതാക്കാം. അങ്ങനൊന്നും പറ്റൂല, അങ്ങനൊന്നും പറ്റൂല. അതൊക്കെ വെറുതെ പറഞ്ഞാണ്. ഇത് ബുദ്ധിയുള്ള ആൾക്കാർ കേൾക്കുമ്പോഴേ അവർക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ മൊഴിയിലാര് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. ജൻസർ ഞാൻ ഈ പറഞ്ഞ മാതിരി വരക്ക്, എന്നിട്ട് ഒരു വട്ടത്തിൽ മൊത്തം എഴുതി അള്ളാന്റെ കഴിവ് അതൊക്കെ വരക്ക്. അതായത് എവിടെ നിന്നും മഹാന്മാര് അത് രണ്ടു ഇതൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ അപ്പുറത്ത് സ്വയം പര്യാപ്തത, ഇല്ല. അപ്പൊ അതോടുകൂടി ഒന്ന് അള്ളാഹുവിന്റെ കഴിവ്, മറ്റേത് അള്ളാഹിന്റെ കൊടുത്ത കഴിവെന്ന് മനസ്സിലാവും. അപ്പൊ ഒന്നിച്ച് 2 വട്ടം വരക്കാം. നമ്മള് എല്ലാ കാര്യത്തിലും എന്ത് ചെയ്താൽ മതി, ആ ഒരു മറ്റേ ടെക്നിക്കൽ ടേം എന്ത് ചെയ്യാ, ടെക്നിക്കൽ ടേം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മുച്ചി പുച്ഛിക്കരുത്. ഖുറാനിലത്തെ സമദ് എന്ന പുച്ഛിക്കല്ല, ആ ഒരു ടേം, അതായത് സമദ് എന്ന് പറയാം. അങ്ങനെ പറയാം. ടേം എന്ന് പറയണ്ട, സമദ് എന്നുള്ള പദത്തിലാണ്, സമദീയത്തിലാണ് നമ്മളെ ചർച്ച. ഈ സമദീയത്ത് ഏത് വട്ടത്തിന്റെ ഉള്ളിലുണ്ടോ അത് മാത്രമേ അള്ളാന്റെ കഴിവാവുള്ളൂ. അതില്ലേ അള്ളാന്റെ കഴിവാകാൻ പറ്റൂല. അതിനൊന്നും അള്ളാന്റെ കഴിവിന് സമദീയത്തിൽ അതിനെ കുറിച്ച് ഞങ്ങൾ അള്ളാന്റെ കഴിവെന്ന് പറയൂല. നിങ്ങൾ പറയോ എല്ലാത്തിനും കേൾക്കാനുള്ള കഴിവ് സ്വയം പര്യാപ്തമൊന്നുമില്ല, ആ കഴിവ് അള്ളാടെ കഴിവെന്ന് നിങ്ങൾ പറയോ? അള്ളാടെ കഴിവെന്ന് പറയുന്നത് അതായത് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ള ആ ഒരു ഇത്, അതായത് കേൾവി, അതിൽ ഒന്ന് സ്വയം പര്യാപ്തത, എവിടെ നിന്നും എപ്പോഴും അങ്ങനല്ല എഴുതണ്ടേ. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആ പേപ്പറിന്റെ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി, ഒന്ന് സ്വയം പര്യാപ്തത, അള്ളാന്റെ കഴിവട്ടോ, അള്ളാന്റെ ഏത് കഴിവിലും വരുന്ന സ്വയം പര്യാപ്തത.
അങ്ങനല്ല 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 എഴുതേണ്ടത്. അടുത്തത് എഴുതി എപ്പോഴും ഏത് സമയത്തും ഏത് രീതിയിലും എങ്ങനെയും കേൾക്കാനുള്ള ഒരു കഴിവ് രണ്ടോടത്തുണ്ട്. ആ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ എഴുതാണ് എവിടെ നിന്നും എങ്ങനെ വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് ഒരു വട്ടത്തിൽ എഴുതി, ഇപ്പുറത്തും എഴുതി അതേമാതിരി എങ്ങനെ എവിടെ കേൾക്കാനുള്ള കഴിവ് രണ്ടോടത്ത് എഴുതി. എന്നിട്ട് അത് രണ്ടോടത്ത് എഴുതിയതിൽ അള്ളാന്റെ കഴിവ് ആകണം എന്നുണ്ടെങ്കിൽ സ്വയം പര്യാപ്തത മാറ്റി വെച്ചാൽ അള്ളാന്റെ കഴിവാവോ? നിങ്ങൾ പറ. രണ്ടോടത്ത് സമാവും. സ്വയം പര്യാപ്തത ഇല്ലെങ്കിൽ രണ്ടും സമാനം. ഇനി സ്വയം പര്യാപ്തത രണ്ടോടത്തുണ്ടെങ്കിൽ രണ്ടും സമാനം. ഞങ്ങളോട് നിങ്ങളൊരു വാദത്തിന് വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ സമ്മതിച്ചു തരാണ്. നിങ്ങൾ ചെയ്യണ ഒന്നും ചെറുക്കല്ല. നിങ്ങൾ ചെയ്യണതാണ്. ഞാൻ സമ്മതിച്ചു തന്നു. ഞങ്ങൾ ചെയ്യണ മുഴുവൻ തന്നെ സുന്നത്താണ്, ഒന്നും ചെറുക്കല്ല. ഇനി ഞങ്ങളോട് ചോദ്യം ചോദിക്കണേ, എന്തിനാ നിങ്ങൾ അല്ലല്ലാത്ത ആൾക്കാരോട് ചോദിക്കണത്? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചില്ലേ അള്ളാഹോട് മാത്രം ചോദിക്കാൻ പാടുന്ന ഇയ്യാക്കനസ്തായിന്റെ അർത്ഥം. അല്ല, നിങ്ങളിപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഈ ഒരു കിട്ടൂലെന്ന് ഉറപ്പുള്ള കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ആര് പറഞ്ഞു കിട്ടില്ലെന്ന് ഉറപ്പില്ലാന്ന്? ഉറപ്പുണ്ടെന്ന് അങ്ങനൊന്നും പറഞ്ഞില്ല. കിട്ടില്ലെന്ന് ഉറപ്പുള്ള കാര്യം നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാല് അതിൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹ് നിങ്ങൾ ചോദിച്ച ചോദ്യം മറന്നുപോയി. ഇപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? എന്തിനാ ചോദിക്കുന്നല്ലേ? എന്തിനാ ചോദിക്കുന്നത്? എന്തിനാ ചോദിക്കുന്നത്? അതെ, അള്ളാഹ് പറഞ്ഞത് എന്താ ശരിക്കും? എന്താ പറഞ്ഞത്? അള്ളാഹോട് മാത്രം സഹായം തേടാനാണ്. പിന്നെ നമ്മ സാധാരണയിൽ മറ്റുള്ളവരോടൊക്കെ സഹായം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണക്കാരോട് സാധാരണ സഹായം തേടുന്നുണ്ട്. സാധാരണക്കാരോട് സാധാരണ ചോദിക്കുന്ന ചോദ്യം അസാധാരണക്കാരോട് അസാധാരണ സഹായം തേടുന്നുണ്ട്. അങ്ങനെയാണ്. സാധാരണക്കാരോട് അസാധാരണ സഹായം തേടാൻ വേണ്ടിട്ട് എവിടെ പഠിപ്പിച്ചു? കാരണം എല്ലാം അള്ളോട് തേടാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. സാധാരണക്കാരോട് സാധാരണ തേടാനുള്ള പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈ അക്കനസ്തായിന്റെ അർത്ഥമല്ലേ ഉള്ളൂ. എന്നോട് മാത്രമല്ല പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ അക്കനസ്തായിന്നല്ല പറഞ്ഞിരിക്കുന്നത്. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി ദൂരം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാത്തുണ്ട്. മൊബൈൽ ഉപയോഗിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ അസാധാരണക്കാരോട് അസാധാരണ സഹായം തേടിയിട്ടുള്ളൂ എന്തെല്ലാം കാര്യങ്ങള് അത് എനിക്കറിയില്ല. അത്രേ ഉള്ളൂ. നമുക്ക് അതിന്റെ അറിയേണ്ട ആവശ്യമില്ല. നമുക്കറിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹിനെ കുറിച്ചിട്ടും കളവ് പറയാം. റസൂലുള്ളാഹി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് തേടിയാൽ എന്താ കുഴപ്പം? തേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരും. അല്ല, തേടിയാൽ എന്താ കുഴപ്പം? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം, അതായത് ദുആകളൊക്കെ ഇഷ്ടം അവിടെ പോട്ടെ. ഖുർആനിൽ അതുമാതിരി പലതും പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അതൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. അങ്ങനൊന്നും നമ്മ പറഞ്ഞിട്ടില്ല. നമ്മ പറഞ്ഞ ഇസ്തിഹാസ ചെറുക്കല്ലെന്നാണ് നമ്മ പറഞ്ഞത്. ഖുർആനിൽ എന്ത് ചെയ്യണം? ഖുർആനിൽ അല്ല അങ്ങനെ പഠിപ്പിച്ച് എന്താണ് അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരുപാട് സമയം മെറിറ്റില്ല. ഈ ഒരു ചർച്ചയിൽ എന്തില്ലാന്നറിയോ? ഈ ചർച്ചയിൽ ഒരു മെറിറ്റില്ല. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു കാര്യം, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു കാര്യം ചേർക്കലല്ല എന്ന് സമർത്ഥിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഉപകാരമില്ലാത്ത കാര്യം, ഉപകാരമില്ലാത്ത കാര്യമാണ് ഇസ്തിഗാസ. ഉപകാരമില്ലാത്ത കാര്യമാണ് തവസ്സുൽ. അതൊക്കെ വെറുതെ പറയണേ. അതൊക്കെ ജൻസർ ഇങ്ങനെ അടിക്കാണ് സമാധാനത്തിന് വേണ്ടി, മനസ്സമാധാനത്തിന് വേണ്ടിട്ട്. ജൻസറെ അതൊന്നും നിങ്ങൾ ചെയ്യുന്നതൊക്കെ എന്താണ് അനുവദനീയമായ കാര്യമാണ്. ഞാൻ സമ്മതിച്ചു തന്നു. ഞാൻ എന്തായാലും പോയിക്കോളി. 2 വട്ടം വരച്ചിട്ട് ഞാൻ വരച്ചിട്ട് എന്ത് ചെയ്തോണ്ട് അതൊക്കെ ഞാൻ വട്ടം വലുതും ചെറുതൊക്കെ വരച്ചോണ്ട് അതിന് ചെയ്യേണ്ടത് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള, എവിടെ നിന്ന് വിളിച്ചാലും ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് 2 വട്ടത്തിലും എഴുതാം. എന്നിട്ട് അത് രണ്ടും സമമാകും. പക്ഷെ അള്ളാഹു അത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഒരു വട്ടങ്ങൾ പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഒരു വട്ടം പ്രാവശ്യനായി പറയണേ. നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. ഈ ലോകത്ത് എന്ത് ചെയ്യണില്ല, ശിർക്ക് നടക്കണില്ല. അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ സത്യസായി ബാബ ഞാൻ കാണിച്ചെന്ന് നടക്കുന്നുള്ളത്. അതിന് ആകെ ഇതൊന്നും വളരെ കുറച്ച് ശിർക്ക് അല്ല. അതൊക്കെ ജൻസർ അടിച്ചതാണ്. അതൊന്നും ഞാൻ പറഞ്ഞത്. ജൻസർ ഇങ്ങനെ ഓരോന്ന് അങ്ങനെയാണെങ്കിൽ സത്യസായിബാബനെ എന്താണ് അള്ള മറ്റേ ചിലപ്പോ അങ്ങോട്ട് കഴിവ് കൊടുത്തതാണ്. നീയും കുറച്ചവനാണെന്ന് പറഞ്ഞിട്ട് കഴിവ് കൊടുത്തതാണ്. CM-ന്റെ മാതിരി. ഇതൊക്കെ വെറുതെ അല്ല ജൻസറെ. നമ്മമ്മിൽ അങ്ങനെയൊക്കെ പറയണോ? നമ്മമ്മിൽ എന്തിനു പ്രകോപന വർത്താനൊക്കെ പറയണത്? ഇല്ല, അതല്ല ഞാൻ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചോളൂ. എനിക്കെന്തായാലും എനിക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടമുള്ള സംസാരം. അപ്പൊ ഇതൊന്ന് ചിന്തിക്കുക. ഞാൻ പറഞ്ഞതിൽ വല്ല കാര്യം ആ മൂല്യാര് പറഞ്ഞതിൽ വല്ല കാര്യം ഉണ്ടോ എന്ന് ചിന്തിച്ചോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ കൂടുതൽ ഇങ്ങനത്തെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സൂക്ഷ്മതയില് കാര്യങ്ങള് ഈ ഒരു കാര്യങ്ങൾ സൂക്ഷ്മത വേണ്ടല്ലോ. അതായത് റസൂലുള്ള
സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്തിഹാസയും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോ പറയണത് എന്താണ് ശിർക്കെന്ന് ഞാൻ പഠിപ്പിച്ച് ചർച്ച ചെയ്തതാ. മറ്റേ ചർച്ചയിലേക്ക് വേറെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശിർക്കാണെന്ന് പറയുമ്പോഴേ ശിർക്ക് എന്താണ്, ശിർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ലാന്ന് ഞാൻ സമർത്ഥിച്ചത്. അത് ജൻസർ മനസ്സിലായോ? ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിർക്കാവൂല. ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ മറ്റേ സമസ്ത പള്ളിയിൽ എന്റെ തൊട്ടുള്ളത് സമസ്ത പള്ളിയാണ്, ഞാൻ അവിടെ തന്നെ പോക്കുള്ളൂ. അങ്ങനെ പള്ളിയിൽ തന്നെ പോയില്ലെങ്കിലും കുഴപ്പമില്ല. വിശ്വാസം ശരിയായ പിന്നെ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കരിച്ചിട്ടും കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കിക്കണം. അപ്പൊ ജൻസർ വിശ്വാസമാണ് കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റട്ടോ. നമ്മളെ വിശ്വാസം തെറ്റിച്ചു പോവാനേ ആ ഒരു നിസ്കരിക്കുക തന്നെ മതിയാവും. അല്ല, അത് വേറെ ചർച്ച. ഞാൻ പറഞ്ഞത് വിശ്വാസം ശരിയില്ലാതെ നിസ്കരിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അതിനു മുമ്പ് നിസ്കരിക്കുന്നതിന് മുമ്പ് ഈ വിശ്വാസം ഒന്ന് ശരിയാക്കി വെച്ചോളി. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ സമസ്തക്കാരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹു കൊടുത്തതായ കഴിവ് കൊണ്ടുള്ളതായ സഹായത്തേട്ടം, അത് മരിച്ചാലും ജനിച്ചാലും ദൂരായാലും അടുത്തായാലും ഉമ്മോടായാലും ഡോക്ടറോടായാലും എല്ലാവരും ആരോട് ചോദിച്ചാലും ശിർക്കാവൂലെന്ന് ജൻസറിന് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലായോ? ഇനി മാതൃക വേറെ അന്വേഷിക്കാം. മാതൃക നമുക്ക് വേറെ അന്വേഷിക്കാം. ഈ പറഞ്ഞ നിലയ്ക്ക് ആവോ? എനിക്കൊരു കാര്യം ഉറപ്പാവുക, അങ്ങനെ ഉറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, അത് എന്താണോ അതിനെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ശിർക്ക് നമ്മളെ സംസാരത്തിൽ നിന്ന് മനസ്സിലായോ? അള്ളാഹുവിനെ പോലെ ആകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് സാധാരണ ലോജിക്ക് പോരെ? അള്ളാഹുടെ പോലെ ആകൂലല്ലോ. അത് നമ്മളെന്ത് ചെയ്യാണ്, അത് നമ്മളൊരു ആത്മസംതൃപ്തിയിലുള്ള വാക്കുകളാണ്. ആത്മസംതൃപ്തി സമതീയത്തിലാണ്. അത് സമതീയത്തല്ലാത്ത അള്ളാന്റെ രീതി, സമതീയത്തല്ലാത്ത രീതിയിൽ അള്ളാഹ് എങ്ങനെ ചെയ്യണോ അതൊക്കെ മഹാന്മാർക്കും അള്ള കൊടുക്കും എന്നുള്ളതൊക്കെ. കാരണം അള്ളാഹുടെ കഴിവ് മൊത്തം സമതീയത്തിലുള്ളതാണ്. അള്ളാഹുടെ കഴിവ് ഒന്നും മറ്റൊരാൾ കൊടുത്താൽ ആവൂല. കാരണം സ്വയം പര്യാപ്തതയില്. കാരണം ഒരാൾ പടച്ചു കൊടുത്ത കഴിവല്ല. ഒരു സമതീയത്ത് എന്നുള്ളത് അള്ള മറ്റൊരാൾക്ക് കൊടുത്തൂടെ? സമതീയത്ത് എന്ന് പറഞ്ഞ എന്റെ അർത്ഥം മനസ്സിലായി എനിക്ക്. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യാണ്, ഇതിനൊക്കെ കഴിവുള്ള അള്ളാഹ്ക്ക് വേറൊരാൾക്ക് സ്വയം പര്യാപ്തതയും കൊടുത്തൂടെ? പൊട്ടത്തരം ചോദിക്കില്ല ജൻസർ, നീ പൊട്ടനാന്ന് തെളിയിക്കല്ലേ? അള്ളാഹ്ക്ക് വേറൊരു അള്ളാനെ പടക്കാൻ പറ്റുന്ന ചോദിച്ചമാരാണ്. ഇവിടെ ആ പടച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹൂല. സ്വയം പര്യാപ്ത എന്ന് പറഞ്ഞാൽ മനസ്സിലായ ആരെയോടും ആശ്രയം ഇല്ലാത്തവനാണ് അള്ളാഹ് പടച്ചു. ഞാൻ പറയട്ടെ, ഉണ്ടാവില്ലേ? അല്ല, സ്വയം പര്യാപ്തത എന്തേ അള്ളാഹ്ക്ക് പടച്ചാല് അതിന് മണ്ടത്തരം ചോദിക്കില്ലെന്ന് ജൻസറെ. പൊന്നാറ ജൻസറേക്ക് നമ്മള് മണ്ടത്തരം പറയുമ്പോ നമ്മള് മണ്ടത്തരം ചോദിക്കണല്ലോ. അല്ലട പൊന്നാറെ, നീ കേക്ക്. ആരെയും ആശ്രയിക്കാതിരിക്കുക എന്നുള്ള കഴിവ് കൊടുക്കാന്ന് പറയുമ്പോ അത് കൊടുത്തതല്ലേ? അത് അള്ളാഹോട് ആശ്രയം ഉണ്ടാവില്ല അവനക്ക്. പിന്നെ എങ്ങനെ അത് പടക്കാൻ പറ്റുമോ? അതെങ്ങനെ? അത് അള്ളാന്റെ കഴിവിൽപ്പെട്ടതല്ല. അത് നിനക്ക് മുഹാൽ എന്ന് പറഞ്ഞ സംഭവം അറിയോ? മുഹാൽ എന്ന് പറഞ്ഞ സംഭവം അറിയോ? മുഹാൽ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടാ? വൈരുദ്ധ്യം. ഒരു സ്ഥലത്ത് രണ്ട് സാധനം ഒരു സമയത്ത് ഉണ്ടാവില്ല. അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ നമ്മളെ ബുദ്ധിയിൽ വരുന്ന വൈരുദ്ധ്യങ്ങളല്ലേ? അല്ല അതല്ല, ഇതൊക്കെ നമ്മളെ ബുദ്ധിയിൽ വരുന്ന വൈരുദ്ധ്യമാണ്. ഇപ്പൊ പിന്നെ നമ്മളെവിടെ വരുന്ന കാര്യം കൂടി ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മളെ ബുദ്ധി കൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹ്ക്ക് വേറൊരു അള്ളാഹനെ ഉണ്ടാക്കാൻ പറ്റൂലടാ. അള്ളാഹ്ക്ക് അങ്ങനെ കഴിവുണ്ടാവുമല്ലോ. ഉണ്ടാവൂല. ഇങ്ങനെയൊക്കെ വിശ്വസിക്കാന്നുണ്ടെങ്കിൽ നമുക്കതും വിശ്വസിക്കാം. അല്ല, അള്ളാഹ്ക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അത് വിശ്വസിക്കാൻ പറ്റൂല. അതായത് മുഹാൽ എന്ന് പറഞ്ഞ സംഭവം, നിങ്ങൾക്ക് ഈ ലോകത്തുള്ള 3 കാര്യങ്ങൾ അറിയോ? മുഹാൽ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് കുറച്ച്, പിന്നെ ഉണ്ടാവൽ നിർബന്ധമുള്ള കാര്യമുണ്ട്, പിന്നെ ഉണ്ടാവലും ഇല്ലാതിരിക്കലും ജായിസായ കാര്യങ്ങളുണ്ട്. 3 കോലങ്ങളാണ് ഈ ലോകത്ത് നിന്നല്ല മൊത്തത്തിലുള്ള ബുദ്ധിപരമായിട്ടുള്ളത്. അതിൽ അള്ളാഹു ഇപ്പൊ നീ എന്തൊരു മണ്ടത്തരാണ് ചോദിച്ചത് ജൻസർ ചോദിച്ചില്ലേ? എന്തൊരു മണ്ടത്തരം. ഞാൻ ചോദിക്കണതല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കൂല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തൊരു കാര്യമാണത്. അല്ല, അതെന്ത് മണ്ടത്തരാണ്? അന്യാശ്രയം എന്ന് പറഞ്ഞാല് ആശ്രയിക്കാതിരിക്കുക എന്നുള്ളൊരു പവറാണ്. എനിക്കൊരാളോട് ആശ്രയില്ലാന്ന് ആ ഒരു കഴിവ് ഒരാൾ തന്നു കഴിഞ്ഞാൽ ആ നൽകപ്പെട്ട ആള് ഇയാളെ ആശ്രയിച്ചിരിക്കുകയാണ്. അതൊരിക്കലും കൊടുക്കാൻ പറ്റിയ കഴിവല്ല. അത് കൊടുക്കാൻ പറ്റിയ കഴിവല്ല. മനസ്സിലാവും നിനക്ക്? കൊടുക്കാൻ പറ്റിയ കഴിവല്ലാന്ന്. അപ്പൊ അത് ബുദ്ധി എന്താണത്? ജൻസർ ഭയങ്കര മണ്ടത്തരം പറയല്ലേട്ടോ, വളരെ ശ്രദ്ധിക്കും. അല്ല, അതിന് കഴിവെന്ന് വെച്ചാൽ കഴിവ് ബന്ധപ്പെടുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ ഒരു മോതിരം, ആ മോതിരത്തിന്റെ ഉള്ളിൽ കൂടി ഒരു ആന, മോതിരം ചെറുതായിരിക്കുക, ആന വലുപ്പം ഉള്ളതായിരിക്കെ കടക്കുവോ? അള്ളാഹ് കടത്താൻ പറ്റുമോ?
അതിന് പറഞ്ഞത് നിനക്കൊന്നെങ്കിൽ ബുദ്ധി വേണം. അതെ നിനക്ക് അപ്പൊ അള്ളാഹ് ഉണ്ടാക്കാൻ കഴിവുണ്ട്, വേറെ അള്ളാഹ് പറ്റുമോ? അത് നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ എന്താണ് അള്ള എല്ലാവർക്കും യഥേഷ്ടം എന്തും കൊടുക്കും പൊന്നാരടാ. അള്ളാഹ്ക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, മുസ്തഹീലായ കുറെ സിഫത്തുകളുണ്ട് അള്ളാഹ്ക്ക്. വല്ല അറിയോ നിനക്ക്? നീ എന്താ മനസ്സിലാക്കിയ ജൻസറേ? അപ്പൊ അള്ളാഹ്ക്ക് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലടാ ജൻസറ്. അതൊക്കെ സമാധാനത്തിന് പറയണം. പോലെയത്ത് മാറ്റണമെങ്കിൽ സ്വമതീയത്ത് അവിടെ നിന്ന് മാറ്റണം. സ്വമതീയത്ത് അള്ളാഹ്ക്കുള്ളിടത്തോളം പോലെയത്ത് വരൂല. മനസ്സിലാവണ്ട? അപ്പൊ അള്ളാഹ്ക്ക് എല്ലാ കഴിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് വേറെ അള്ളാഹിനെ പടക്കാനുള്ള കഴിവുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അതിനുണ്ടാവാൻ പാടില്ലല്ലോ. അത് മുഹാലല്ല. മുഹാൽ എന്ന് പറഞ്ഞ സംഭവം കുറച്ചുണ്ട്. അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചെങ്കിലും നീ ഓതിയിട്ട് നിങ്ങള് ഇല്ല. അതാണ് പ്രശ്നം. മുഹാൽ എന്ന് പറഞ്ഞാല് ഒരിക്കലും അസംഭവ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ബുദ്ധി കൊണ്ട്. അതൊരിക്കലും സംഭവിക്കൂലാന്ന്. കാരണം അള്ളാഹു വേറൊരു അള്ളാഹ് ഉണ്ടാക്കിയാല് അത് സൃഷ്ടിയാവുള്ളൂ, ഒരിക്കലും അള്ളാഹുല. അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരും പടച്ച ആളല്ലേ അള്ളാഹ്. ലം യലിദ് വലം യൂലദല്ലേ. അതേമാതിരി സ്വയം പര്യാപ്തത എന്ന കഴിവ് മറ്റൊരാൾക്ക് കൊടുക്കുക എന്നത് പറയാൻ പറ്റൂല. കൊടുത്താൽ തന്നെ ഇയാളെ ആശ്രയിച്ചിട്ടല്ലേ മറ്റൊരാളുണ്ടാവുള്ളൂ. മനസ്സിലായ? അപ്പൊ ആ ഒരു കഴിവ് ഒരു മഹാനക്കും നമ്മൾക്ക് കൊടുക്കൂല. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ സ്വയം പര്യാപ്തനായി മാറി, അള്ളാഹുവിലേക്ക് ആശ്രയില്ലാത്തവനായി മാറി. അങ്ങനെ ഒരു സുന്നിയും ഒരു മഹാനെ കുറിച്ചും വിശ്വസിക്കാത്തോടത്തോളം കാലം അങ്ങനെ ആരും വിശ്വാസം ഇല്ല പൊന്നാരെ ജൻസറെ. അത് നമ്മളെ മേല് വെച്ച് കെട്ടിയിട്ട് മുജാഹിദീങ്ങൾ ആരോപിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ കാര്യമാണ്. ഇത്ര സിമ്പിൾ കാര്യത്തെ വലിച്ചഴച്ച് ശിർക്കാണെന്ന് പറഞ്ഞിട്ട് ഒച്ചയും വിളിക്കാന്നല്ലാതെ ഇതിലൊന്നും ഒരു കഴമ്പും ഇല്ല എന്ന് മനസ്സിലാക്കിക്കോ ജൻസർ. ചിന്തിച്ചോളി. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഇനി ഗ്രൂപ്പിൽ ചർച്ച നടക്കട്ടെ. ഇതേമാതിരി ചർച്ച നടക്കണം. എന്താണ് ശിർക്ക് എന്ന് തീരുമാനമായിട്ട്. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓൺലി ആക്കും. അതാണ് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങൾ നമ്മളെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിരിക്കണം. ഇതിലെന്താ വെച്ചാൽ ഇതില് ചർച്ചക്ക് നിങ്ങൾ ആരോടെങ്കിലും ചർച്ച ചെയ്യാനും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടൂല. ഞങ്ങൾക്ക് ഇങ്ങനത്തെ പരിപാടിയില്ല പൊന്നാറ മക്കളെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഗ്രൂപ്പിൽ പൂട്ടിടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ തന്നെ പണ്ഡിതന്മാർ വന്ന് ചർച്ചയും ചെയ്യാം, അതുപോലെ മറ്റുള്ള ആളുകളുടെ ചർച്ചകളും കൂടെ വരുമ്പോ എന്തായി ഒരുപാട് ഇതായി. ആൾക്കാരും ഇത് കേൾക്കൂല. അതുകൊണ്ടാണ് വേറെ ഒരേ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കണല്ലോ നിങ്ങളില്ലേ? അതെ, അതിലുണ്ട്. പക്ഷെ ഞാൻ പറയണത് നിങ്ങളെ ഗ്രൂപ്പിലുള്ള ചർച്ചയ്ക്ക് വന്നാലുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ ചിലപ്പോ നമ്മളെ ഔട്ടാക്കിയിട്ടായിരിക്കും ഈ ഉമർ പൈസ ഒക്കെ ഇടുന്നിട്ട് ഒച്ചെടുക്കണേ. അവര് ഭയങ്കര സൗണ്ട് അല്ല, അവർ പ്രകോപിക്കുന്ന വർത്തമാന സംസാരങ്ങളെ സംസാരിക്കുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പറയാൻ ഗ്യാപ്പും കിട്ടൂല. അതില്ല നമ്മളെ ഗ്രൂപ്പിൽ അങ്ങനെ പൂട്ടുള്ള പരിപാടി, ഔട്ടാക്കുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ ഗ്രൂപ്പ് നമ്മൾ സമാനമായിട്ട് നമുക്ക് എല്ലാവർക്കും യഥേഷ്ടം ചർച്ച ചെയ്യാൻ വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതെ, ഗ്രൂപ്പിലെ ചർച്ച ഏതായാലും എവിടെ എത്തൂല. അത് മനസ്സിലാക്കി വെച്ചോളൂ. ജൻസറിന് എന്തെങ്കിലും അതുകൊണ്ട് തന്നെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ അറിയോ, നിങ്ങള് ഒരു കാര്യം ചെയ്യാം. എപ്പോഴും നന്നായിട്ട് പഠിച്ചോടെ നമ്മളെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ഇഷ്കാല് വന്ന സമയം മുതല് ഞാൻ കൃത്യമായിട്ട്, കാരണം എനിക്കൊരു സംഘടന ഞാനൊരു കാര്യം പറയട്ടെ, സമസ്ത വിട്ട് മറ്റൊരു സംഘടന എനിക്ക് ഒരിക്കലും എന്റെ ചിന്തയിൽ ഒന്നിലും വരാത്തതാണ്. ഞാൻ ഇപ്പോഴും ഒരു സംഘടനയിൽ ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം മുതൽ എനിക്ക് ഇങ്ങനെ പല വിഷയങ്ങളും കേട്ടപ്പോൾ മുതലേ ഞാൻ എന്ത് ചെയ്താണ്, ഞാൻ ദുആ ചെയ്തിട്ട് കൃത്യമായി ദുആ ചെയ്തിട്ട് പഠിച്ചത് എനിക്ക് മനസ്സിൽ കൃത്യമായിട്ട് എനിക്കത് എത്തിച്ചു തരണേ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു വിഷയം. അല്ല, അത് ഒടുവിലായിട്ടില്ല. അതെ ഒടുവാന്നായിട്ടില്ല. നമ്മൾ മരിച്ചിട്ടില്ലല്ലോ. പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ എന്നുള്ള ഒരു ജൻസറേ മരിച്ചിട്ടില്ലല്ലോ. മരിക്കുന്നവരെ നമുക്ക് ചാൻസ് ഉണ്ട്. ഇനിയും മാറി ചിന്തിക്കാവുന്നുള്ളൂ. സംഭവിക്കാവുന്നതല്ലോ. അപ്പൊ അതിനെ പറയാം, മരിക്കുന്നതിന് മുമ്പ് ഈമാൻ കിട്ടി മരിക്കണം എന്നുണ്ടെങ്കിൽ മഹാന്മാര് അവരൊക്കെ വിളിച്ച് തേടല് ഒരിക്കലും അള്ളാഹു ആക്കലല്ല. അള്ളാഹിന്റെ കഴിവൊന്നല്ല അവർക്കുള്ളത്. സ്വയം പര്യാപ്തത ഇല്ലാത്ത കഴിവുകളാണ് അവർക്കുള്ളത്. അതുകൊണ്ടൊന്നും ഒരിക്കലും അള്ളാഹിന്റെ കഴിവാകൂല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തേടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഇപ്പൊ വെച്ചിട്ടാണ് നമ്മളാണ് എന്ത് ചെയ്യുന്നത്, ഇതൊന്നും എന്തിട്ടില്ല. റസൂലുള്ളാഹിക്കോ സഹാബത്തിനോ അതൊക്കെ ജൻസറിന്റെ വർത്തമാനം കേട്ടാ തോന്നും ജൻസർ 6-ആം നൂറ്റാണ്ടിൽ ജീവിച്ചെന്ന് തോന്നുന്നു.
വർത്താനം കേട്ടാൽ. അപ്പൊ ജൻസറേ ഞാൻ പറഞ്ഞോടത്തോളം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ വർത്താനം മറ്റേ നമ്മൾ താഴ്ചക്കാരനായിട്ടൊക്കെ സംസാരിക്കുന്നത് അങ്ങനൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ജീവിതങ്ങൾ കുറേ പഠിപ്പിക്കാൻ ബാക്കി വിട്ടുപോയി. അങ്ങനൊന്നല്ല ജൻസറേ. നമ്മൾക്ക് ജൻസറേ ലക്ഷക്കണക്കിന് ഹദീസ് കാണാപ്പാടം പഠിച്ചിട്ടില്ലേ മഹാന്മാരൊക്കെ? അത്രയും ഹദീസ് പോലും നമ്മളെ കയ്യിലുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോട് പറയാണ് പഠിച്ചിട്ട് പക്ഷെ അപ്പൊ നമ്മള് ആ മഹാന്മാരെ കൂടെ ഉണ്ടായിട്ടോ. അത് ശരി. പിന്നെ നമ്മളിപ്പോ എല്ലാം അങ്ങനെ തന്നെയല്ലേ പറയണത്. അപ്പൊ ഇതൊന്നും ചരിത്രം വിശ്വസിക്കുന്നില്ലേ? അല്ല, ചരിത്രം വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നബി തങ്ങള് എന്ത് ദീനിന്റെ കാര്യത്തിന് വേണ്ടി എന്ത് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അല്ല അതിപ്പോ നമ്മളില്ലോടെ നമുക്കിപ്പോ എങ്ങനെ കിട്ടും അതൊക്കെ? കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല അതിപ്പോ എങ്ങനെ കിട്ടിയത്? ഈ മഹാന്മാർക്കൊന്നും കിട്ടില്ല എന്ന് പറയണേ. അല്ല, ദീനിനെ സംരക്ഷിച്ചത് എന്താണ്? ആരാണ്? അള്ളയാണ്. അതുകൊണ്ട് അള്ള നേരിട്ട് സംരക്ഷിച്ച അള്ള കൊണ്ട് തന്ന ഈടൊക്കെ എന്തിനാണ് ജൻസർ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളെ കയ്യിൽ കൊണ്ട് തന്നല്ലോ നിങ്ങൾക്കൊക്കെ ഓരോ സാധനങ്ങൾ. സംരക്ഷിച്ചത് ഏത് സംരക്ഷിച്ചത്? ഈ ദീനെ സംരക്ഷിക്കണ ആരാണ്? അതെങ്ങനെ സംരക്ഷിക്കല്? എങ്ങനെയാണ്? അള്ളും മഹാന്മാരായ ആളുകളിലൂടെ സംരക്ഷിക്കും. മഹാന്മാര് പറഞ്ഞതൊന്നും ശരിയില്ലെന്ന് പറഞ്ഞപ്പോ ആര് പറഞ്ഞു? നീയല്ലേ പറഞ്ഞു? മഹാന്മാര് പറഞ്ഞു. അതൊരു മഹാന്മാരായ ആളുകള് അവര് എന്താണോ ഇസ്ലാമിന്റെ പ്രമാണം വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നമ്മ പ്രമാണത്തിലേക്ക് അതും പ്രമാണത്തിലേക്കൊക്കെ പോകാം. ആ ചർച്ചയൊക്കെ ചെയ്തോളി. ഞാൻ ഇന്ന് സംസാരത്തില് എന്തെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുണ്ടോ ജൻസറിന്? ലാസ്റ്റ് പോയ സ്വയം പര്യാപ്തത കൊടുത്തൂടെ എന്നുള്ളത് ചോദിച്ചേക്കുന്നത്. അതൊന്നും ശരിക്കും എന്ത് കാര്യത്തിന്റെയും കൂടെ സ്വയം പര്യാപ്തത കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ശരിക്കാവും. അത് എന്നാലേ അള്ളാന്റെ കഴിവാവുള്ളൂ. സ്വയം പര്യാപ്തത ഇല്ലെങ്കിൽ അള്ളാന്റെ കഴിവാവൂല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതൊന്ന് മാറ്റി വെച്ച് നോക്ക്. ജൻസർ നോക്കി നോക്കിയാൽ സ്വയം പര്യാപ്തത ഇല്ലാത്ത അള്ളാന്റെ കഴിവുണ്ടോ? സ്വയം പര്യാപ്തത ഇല്ലാത്ത അള്ളാന്റെ കഴിവുണ്ടാവോ? അള്ളാന്റെ കഴിവാവോ അത്? അതായത് അള്ളാന്റെ കഴിവിനെ നമ്മളെന്ത് ചെയ്യാണ്? നമ്മ മനസ്സിലാക്കുകയാണ്. നമ്മ അള്ളാന്റെ സിഫത്തുകൾ പഠിക്കണ്ടേ? അള്ളാന്റെ കഴിവുകൾ അള്ളാഹു ഖാദിറല്ലേ? അള്ളാന്റെ കഴിവുകൾ നമ്മ പഠിക്കണമല്ല. അപ്പൊ പഠിച്ചപ്പോ മനസ്സിലായതാണ് എല്ലാ കഴിവും അള്ളാഹുവിന്റെ സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണ് മനസ്സിലായി. എല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ആ കഴിവിന് എന്താ അർത്ഥമുള്ള? ഒരാളെ ആശ്രയിച്ച് നിൽക്കുന്ന കഴിവ് അള്ളാഹ്ക്കില്ല. ഒരാളെ ആശ്രയിച്ച് നിൽക്കുന്ന കഴിവ്. അതുകൊണ്ടാണ് ഈ കാലം മറ്റേ അബൂബക്കറും ഉമറും ഒക്കെ നിബിധങ്ങളുടെ അടുത്ത് പോയിട്ട് തേടിയത്. കാരണം അവിടെ പോയിട്ട് എന്താണ് വിശ്വാസം അങ്ങനെ തേടിക്കണം. അങ്ങനെ തേടിയിട്ടുണ്ടാവണല്ലോ അല്ലെ? അറിയില്ല, അത് ഉണ്ടാവട്ടില്ലാതിരിക്കട്ടെ. ഇതിപ്പോ നമ്മള് അല്ല ഞാൻ ഇത് തെളിയിക്കാൻ അങ്ങോട്ട് പോകണ്ട. ഇത് തെളിയിക്കാന് നമ്മൾ ഷിർക്ക് വരുന്നുള്ളത് ലോജിക്കൽ പ്രൂഫ് കൊണ്ട് നിങ്ങൾ തെളിയിക്കണം. ഷിർക്ക് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേരണം. അതിന് മറ്റൊരു ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, വേറെ ആൾ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, മുത്തനബി ചെയ്തിട്ടുണ്ടോ അറിഞ്ഞൂടാ. നമുക്ക് ചെയ്യേണ്ടത് ഷിർക്ക് വരാന്ന് പറഞ്ഞാൽ ഇവിടെ ലോജിക്കലാണ്. അത് ഞാൻ പറഞ്ഞു. ഷിർക്ക് എന്താന്ന് പഠിപ്പിക്കാം. ഷിർക്ക് എന്താന്ന് ചർച്ച ചെയ്താൽ തന്നെ ഷിർക്കിന്റെ താരീഫ് നസീർ പറയൂല. അത് നോക്കിക്കോ, ഒരാളും പറയൂല. ഷിർക്കിന്റെ താരീഫ് പറഞ്ഞാൽ അതോടുകൂടി മുജാഹിസം പൂട്ടും. അത് മനസ്സിലാക്കി വെച്ചോളി. നീ ഒന്ന് ചോദിച്ചു നോക്കിട്ടാ. ജൻസർ പോയിട്ട് കറക്റ്റ് ഷിർക്കിന്റെ താരീഫ് പ്രകാരം അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ നീ ജൻസർ ഞാൻ ഈ ചർച്ച ചെയ്തതുപോലെ ഒന്ന് പോയി ചോദിച്ചു നോക്ക. ഏതെങ്കിലും ഒരു കഴിവ് അള്ളാഹുവിന്റെ സ്വയം പര്യാപ്തത ഇല്ലാത്തൊരു കഴിവുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ആരെങ്കിലും ആശ്രയിച്ച് നിൽക്കുന്ന കഴിവുണ്ടോ എന്ന് ചോദിക്കാൻ പോയിട്ട് മുജാഹിദിനോട്. അങ്ങനെ ഒരു കഴിവും അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം ആരെങ്കിലും ആശ്രയിച്ച് നിൽക്കുന്ന കഴിവുണ്ടാവോ? എന്നാലോ ഒരു സൃഷ്ടിയുടെ കഴിവ് ഏതെങ്കിലും ഉണ്ടോ അള്ളാഹുവിനെ ആശ്രയിക്കാത്ത? അതും ഉണ്ടാവില്ല. അപ്പൊ സൃഷ്ടിയുടെ കഴിവൊക്കെ അള്ളാഹുവിലേക്ക് ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അള്ളാഹിന്റെ കഴിവോ ആരിലേക്കും ആശ്രയിക്കാത്ത കഴിവുകളാണ്. അത് കേൾവിയായാലും കാഴ്ചയായാലും ദൂരം കേൾക്കുന്നതായാലും എല്ലാം കേൾക്കുന്നതായാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ കേൾക്കുന്നതായാലും എല്ലാം അള്ളാഹുവിന് സ്വയം തന്നെയുണ്ട്. മറ്റുള്ളവരൊക്കെ അള്ളാഹുവിലേക്ക് ആശ്രയിച്ചിട്ടുള്ള കഴിവാണ് ഉണ്ടെങ്കിൽ. മനസ്സിലാവുണ്ടാ? ഇത് മനസ്സിലാക്കി പിന്നെ ഞാൻ ഒരുപാട് സമയം ലേറ്റായി. അപ്പോ ഇത് മനസ്സിലുണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞ മാതിരി 2 കോളൊക്കെ വച്ച് നോക്കി നോക്ക്. അള്ളാഹു ഹിദായത്തിലാക്കട്ടെ. കോളം കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹു ഹിദായത്തിലാക്കട്ടെ.